കഥ കഥ കസ്തൂരി ബിംബഭാഷയുടെ മഹാഭാരതം 187 അധ്യായത്തിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലെ 18 പർവ്വം സ്വർഗാരോഹണ പർവ്വത്തിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുധിഷ്ഠിരനും അദ്ദേഹത്തിൻ്റെ നായയും സ്വർഗത്തിലെത്തിയിരിക്കുന്നു. സ്വർഗത്തിൽ വെച്ച് അദ്ദേഹം സഹോദരന്മാരെ കാണുന്നു, കൗരവന്മാരെ കാണുന്നു. കൗരവന്മാരെ സ്വർഗത്തിലും പാണ്ഡുപുത്രന്മാരായിട്ടുള്ള അർജുനാദികളെ നരകത്തിലുമാണ് യുധിഷ്ഠിരൻ കാണുന്നത്. അതേക്കുറിച്ചുള്ള വലിയ ധാർമ്മികമായിട്ടുള്ള ചർച്ചകളും സംഘർഷങ്ങളും ആണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഭൂമിയിൽ വെച്ച് അധർമ്മം പ്രവർത്തിച്ച ആളുകൾക്ക് വീണ്ടും സ്വർഗം ലഭിക്കുന്നത്? ഭൂമിയിൽ ധർമ്മം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി മരണം വരിക്കുകയും എൻ്റെ പക്ഷത്ത് നിന്ന് പോരാടുകയും ചെയ്ത ആളുകളൊക്കെ എന്തുകൊണ്ടാണ് നരകത്തിൽ അകപ്പെട്ടു പോയത് എന്നുള്ള ഒരു പ്രശ്നമാണ് യുധിഷ്ഠിരൻ ഉന്നയിക്കുന്നത്. ഭീഷ്മർ അഷ്ടവസുക്കളിൽ ഒരാളായിരുന്നു എന്ന് അവതരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ഭൂമിയിൽ ജീവിച്ചിരുന്ന പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തുമായിട്ട് പൊരുതിയിരുന്ന മുഴുവൻ ആളുകളെയും സ്വർഗത്തിലെത്തിയപ്പോൾ വേറെ ചില സ്ഥലത്തേക്ക് നിയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിൽ അവരിരുന്ന ചില പ്രത്യേക സ്ഥാനവും ചില പ്രത്യേക പദവിയും അവർക്ക് തിരിച്ചു കിട്ടുകയും അവരങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അഷ്ടവസുക്കളിൽപ്പെട്ട ഒരാളായിരുന്നു ഭീഷ്മരായിട്ട് ജന്മം എടുത്തത് എന്നാണ് നേരത്തെ പറഞ്ഞു പോരുന്ന കഥ. അതുകൊണ്ട് ഭീഷ്മർ മരിച്ചു ചെന്നപ്പോൾ അഷ്ടവസുക്കളിൽ ഒരാളായിട്ട് വീണ്ടും ചേരുന്നു. മരണാനന്തര ലോകത്തിൽ അദ്ദേഹം അതേ അവസ്ഥയിലേക്കാണ് തിരിച്ചു ചെല്ലുന്നത്. ദ്രോണർ എന്ന ഗുരുനാഥൻ അങ്കിരസിന്റെ പരമ്പരയിൽപ്പെട്ട ബൃഹസ്പതിയുടെ ഭാഗമായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പം അങ്കിരസ് വളരെ പ്രശസ്തനായിട്ടുള്ള ഋഷിയാണ്. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ബൃഹസ്പതി ദേവഗുരുവാണ്. ദേവഗുരുവിൻ്റെ അവസ്ഥയിലേക്കാണ് ദ്രോണാചാര്യർ തിരിച്ച് ചെല്ലുന്നത്. കൃതവർമാവ് മരുത്തുക്കളിൽ സന്നിവേശിച്ചുവെന്നും പ്രദ്യുമ്നൻ സനത്കുമാരന്മാരിൽ പ്രവേശിച്ചുവെന്നും ധൃതരാഷ്ട്രവും അദ്ദേഹത്തോടൊപ്പം പത്നി ഗാന്ധാരിയും കുബേരന്റെ രാജ്യത്തിലെത്തിയെന്നും പാണ്ഡു തൻ്റെ പത്നിമാരായ കുന്തിയോടും ആദ്രിയോടുമൊപ്പം ചേർന്നുകൊണ്ട് മഹേന്ദ്രപുരിയിൽ വസിച്ചു എന്നും പറയുന്നുണ്ട്. വിരാടനും ദ്രുപദനും ഭൂരിശ്രവസ്സും ദൃഷ്ടകേതുവും സാമ്പനും ഉഗ്രസേനനും വസുദേവരും അടക്കമുള്ള നിരവധി വീരന്മാർ ദേവാംശത്തിൽ ലയിച്ചു ചേർന്നു എന്ന് പൊതുവിൽ പറയുകയാണ് ചെയ്യുന്നത്. അഭിമന്യു സോമനിലും കർണൻ അദ്ദേഹത്തിന്റെ പിതാവ് സൂര്യനിലും പ്രവേശിച്ചു എന്നും പറയുന്നുണ്ട്. ആവിവേശ രവിം കർണ പിതരം പുരുഷർഷഭ ദ്വാപരം ശകുനി പ്രാപ ദൃഷ്ടദ്യുമ്നസ്തുപാവകം. ശകുനി ദ്വാപരനിൽ പ്രവേശിച്ചു, ദൃഷ്ടദ്യുമ്നൻ അഗ്നിയിൽ പ്രവേശിച്ചു എന്നും പറഞ്ഞിരിക്കുന്നു. ദ്വാപരൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ യുഗത്തിന്റെ നാഥനെയാണ് ദ്വാപരൻ എന്ന് പറയുന്നത്. അപ്പോൾ മഹാവിഷ്ണു തന്നെയാണെന്നർത്ഥം. കൃഷ്ണനായിട്ട് രൂപപ്പെടുന്നതൊക്കെ മഹാവിഷ്ണു. ശകുനി വിഷ്ണുവിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഭാഗം തന്നെയായ ശകുനിയാണ് മഹാഭാരതത്തിൻ്റെ യുദ്ധം ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ കുനിഷ്ടുകളും പ്രവർത്തിക്കുന്നത് എന്നാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞു വരുന്നത്. ധൃതരാഷ്ട്രാത്മജ സർവേ യാതുധാനാ ഫലോത്കട ഹൃദ്ധിമന്തോ മഹാത്മാന ശസ്ത്രപൂതാദിവംഗത. ധൃതരാഷ്ട്രപുത്രന്മാർ എല്ലാവരും തന്നെ യാതുധാനന്മാർ അഥവാ വർഗസ്നേഹം കാരണം രാക്ഷസന്മാരെ പരിപോഷിപ്പിക്കുന്നവരും ഉത്കടമായ ബലത്തോടു കൂടിയവരുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിൽ നടക്കുന്നത് രാക്ഷസന്മാരും ദേവന്മാരും തമ്മിലുള്ളൊരു യുദ്ധം പോലെ സങ്കല്പിച്ചുകൊണ്ട് ധൃതരാഷ്ട്രപക്ഷത്തുള്ള ആൾക്കാരൊക്കെ രാക്ഷസന്മാരായിരുന്നു എന്നും ആ രാക്ഷസന്മാരെ വർഗസ്നേഹം കൊണ്ട് ആ രാക്ഷസന്മാരെ പരിപോഷിപ്പിക്കുന്ന തരത്തിലാണ് മരണാനന്തര ജീവിതത്തിലും ധൃതരാഷ്ട്രയുടെ പക്ഷത്തുള്ളവർ പെരുമാറിയത് എന്നാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. യുദ്ധഭൂമിയിൽ വെച്ച് ആയുധത്താൽ മരണപ്പെട്ട അവരെല്ലാവരും ദിവംഗതരായി എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക മാത്രം ചെയ്യുന്നു. മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് മരിക്കുന്ന ക്ഷത്രിയരെല്ലാം നിത്യസ്വർഗത്തിൽ എത്തുമെന്നാണ്.
പക്ഷെ അങ്ങനെ ബാക്കി എല്ലാ ആൾക്കാരെയും കുറിച്ച് പറയുന്നുണ്ട്. പാണ്ഡവരുടെ ഓരോരുത്തരും എത്തിയ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ധൃതരാഷ്ട്ര പക്ഷത്ത് നിന്നുകൊണ്ട് പൊരുതിയ, ദുര്യോധനന്റെ പക്ഷത്ത് നിന്ന് പൊരുതിയവരെല്ലാം രാക്ഷസന്മാരെ സഹായിക്കുന്നവരാണ് എന്ന് പൊതുവിൽ പറഞ്ഞുകൊണ്ട് ദേവാംശത്തിൽ ലയിച്ചു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഓരോരുത്തർക്കും ദുര്യോധനൻ എന്ത് പദവി കിട്ടി, ദുശാസനൻ എന്ത് പദവിയാണ് കിട്ടിയത്, അത്തരത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്നർത്ഥം. ക്ഷാത്രി അഥവാ വിതുരനും യുധിഷ്ഠിരനും ധർമ്മദേവനിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. ധർമ്മത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് വിതുരരെ എപ്പോഴും കണ്ടിരുന്നത്. ആ വിതുരരെ അവസാന സമയത്തും നമ്മളത് കണ്ടു കഴിഞ്ഞാണ് ധർമ്മദേവൻ തന്നെയാണ് വിതുരനെന്നും ധർമ്മദേവന്റെ പുത്രനാണ് യുധിഷ്ഠിരൻ എന്നും സ്ഥാപിച്ച് കഴിഞ്ഞാണ്. അവർ രണ്ടുപേരും ധർമ്മത്തിന്റെ ഒരു ഉപജ്ഞാതാക്കളായിട്ട്, ധർമ്മദേവന്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. കഥയിലും അത് മരണാനന്തര ജീവിതത്തിലും ഒക്കെ തന്നെ അവരങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. വാസുദേവൻ പരമം അഥവാ ശാശ്വതമായ ദൈവത്തിന്റെ ഒരു അംശം തന്നെ ആയിരുന്നു എന്നും അതിനാൽ അദ്ദേഹം ഈശ്വരനിൽ ലയിച്ചു എന്നും പറയുന്നുണ്ട്. വാസുദേവൻ പരിഗ്രഹിച്ച 16,000 പത്നിമാരും സരസ്വതി നദിയിൽ മുങ്ങി മരിച്ചു എന്നും അങ്ങനെ അവർ സ്വർഗത്തിൽ അപ്സരസ്സുകളായി പുനർജനിച്ചു എന്നും ആണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഘടോത്കചനടക്കം യുദ്ധത്തിൽ മരിച്ച വീരന്മാരിൽ ചിലർ ദേവന്മാരായും മറ്റു ചിലർ യക്ഷന്മാരായും മാറി എന്ന് പറയുന്നു. ദുര്യോധനന്റെ പക്ഷത്തു നിന്ന് പൊരുതിയവരെല്ലാം രാക്ഷസന്മാരായിരുന്നു എന്നും അവരെല്ലാം കാലക്രമേണ പുണ്യലോകങ്ങളെ പ്രാപിച്ചു എന്നും പറയുന്നുണ്ട്. അഷ്ടവസുക്കളും ബൃഹസ്പതിയും മരുത്തുക്കളും ദേവന്മാരും യക്ഷന്മാരും അപ്സരസ്സുകളും ദേവർഷിമാരും മഹാവിഷ്ണുവും അടക്കം ദേവലോകത്തുള്ളവരെല്ലാം വിവിധ കഥാപാത്രങ്ങളായി മഹാഭാരതത്തിൽ പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തും പുനർജനിക്കുകയാണ് അഥവാ വേഷമിട്ടെത്തുകയാണ് ചെയ്യുന്നത് എന്നും പറയാം. അതുകൊണ്ടാണ് അവർക്ക് അതേ പദവിയിലേക്ക് പിന്നീട് തിരിച്ചു പോവാനും സാധിക്കുന്നത്. അവരുടെ ദൗത്യം നിർവഹിച്ചതിന് ശേഷം അവരെല്ലാം തിരിച്ച് ദേവലോകത്തിലേക്ക് തന്നെ പോവുകയും ചെയ്തു എന്നാണ് മഹാഭാരതം സമർത്ഥിക്കുന്നത്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളായിരിക്കുക എന്നതും കുരുക്ഷേത്രത്തിൽ പങ്കെടുത്ത് യുദ്ധം ചെയ്യുക എന്നതുമെല്ലാം അവരുടെ അഭിനയം മാത്രമായിരുന്നു എന്നും കരുതാം. അവരുടെ യഥാർത്ഥ ജീവിതം വേറൊരു സ്ഥലത്താണ്. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അവർ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ എത്തി എന്ന സ്ഥലത്ത് അവർ ഏറ്റെടുത്ത ഒരു ദൗത്യമാണ്, അല്ല അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേഷമാണ് പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തും നിലയുറപ്പിക്കുക എന്നുള്ളതും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതും മരണപ്പെടുക എന്നുള്ളതും ഒക്കെ. അവർക്ക് ചില ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നു. ഭൂമിയിൽ ചില പ്രത്യേക ധാർമ്മിക വ്യവസ്ഥകൾ അഥവാ സാമൂഹ്യ ജീവിത ക്രമങ്ങൾ നടപ്പിലാക്കുക എന്നതായിരുന്നു അവർക്ക് നിർവഹിക്കാനുണ്ടായിരുന്ന ദൗത്യം എന്നും അർത്ഥം. ദേവലോകത്തുള്ളവർ ചില ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ വന്നു പിറന്നു എന്നത് അല്പമൊന്നു മാറ്റിയാൽ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി കവി ജന്മം കൊടുത്ത കഥാപാത്രങ്ങളാണ് ഈ പറഞ്ഞവരൊക്കെ എന്ന് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ദൗത്യം വേറെയാണ്. ദൗത്യം ധാർമ്മിക വ്യവസ്ഥ പുലരുക എന്നുള്ളതാണ്. ആ ധാർമ്മിക വ്യവസ്ഥ പുലരാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉപദേശിക്കുക എന്നതാണ്. അതിന് ആ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്ത ഒരു ജന്മമാണിത്. ആ ജന്മത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചോളം അവർ തിരിച്ചു പോവുകയും ചെയ്തു. രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം എന്നർത്ഥം. ഒന്ന് മഹാഭാരതത്തിൽ പറയുന്ന മാതിരി ദേവലോകത്ത് കഴിഞ്ഞിരുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഭൂമിയിൽ ജന്മം എടുത്തു. ദൗത്യം നിർവഹിച്ചതിന് ശേഷം അവർ തിരിച്ചുപോയി. രണ്ടാമതൊന്ന് കവിയുടെ മനസ്സിൽ കവി സങ്കല്പിക്കുന്ന ആളുകളാണ്, കഥാപാത്രങ്ങളാണ്. അവരൊക്കെ ഈ മഹാഭാരതത്തിലേക്ക് വന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ചില ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ധർമ്മം പുലരുന്നതിന് ആവശ്യമായിട്ടുള്ള ചില മാതൃകകളെ, ചില ജീവിതക്രമങ്ങളെ, ചില ഉപദേശങ്ങളെ സാമൂഹ്യ ജീവിതത്തിന് നൽകാനുണ്ട്. അത് നൽകലാണ് അവരുടെ ദൗത്യം. അവർ യഥാർത്ഥ കഥാപാത്രങ്ങൾ, യഥാർത്ഥ ജീവിതത്തിന്റെ തെളിവുകളല്ല, കഥാപാത്രങ്ങളാണ് എന്നതും അതിനെ വ്യാഖ്യാനിക്കാം എന്നർത്ഥം. ഏതത് ശ്രുത്വാ ദ്വിജശ്രേഷ്ഠാത് സ രാജാ ജനമേജയ വിസ്മിതോ അഭവത് അത്യർത്ഥം യജ്ഞകർമാന്തരേഷ്വധ തഥ സമാപയാമാസു കർമ്മ തത്തസ്യ യാജകാഃ ആസ്തീകശ്ചാഭവത് പ്രീത പരിമോക്ഷ്യ ഭുജംഗമാൻ തതോ ദ്വിജാദീൻ സർവാംസ്താൻ ദക്ഷിണാഭിർ അദോഷയത് പൂജിതാശ്ചാപിതേ രാജ്ഞാ തതോ ജഗ്മുർ യഥാഗതം വിസർജയിത്വാ വിപ്രാസ്താൻ
വിപ്രാംസ്താൻ രാജാഭി ജനമേജയ തതസ്തക്ഷശിലായാസ പുനർ ആയാ ഗജാക്വയം. തക്ഷശില എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. മഹാഭാരതത്തിന്റെ ആദ്യഘട്ടത്തിലും തക്ഷശില എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പരാമർശിച്ചിട്ടുണ്ട്. സ്വർഗാരോഹണ പർവ്വത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 25 മുതൽക്ക് 29 വരെയുള്ള ശ്ലോകമാണ് ഇപ്പോൾ നമ്മൾ ചൊല്ലിയത്. ഇങ്ങനെ ജനമേജയന്റെ നാഗയജ്ഞവേദിയിൽ കൂടിയിരുന്ന ദ്വിജശ്രേഷ്ഠന്മാരെല്ലാവരും യജ്ഞകർമ്മങ്ങൾ നടക്കുന്നതിന്റെ ഇടവേളയിൽ വൈശമ്പായനൻ പറഞ്ഞ കഥ കേട്ട് അത്യന്തം വിസ്മയഭരിതരായി ഭവിച്ചു എന്ന കാര്യം ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആരാണ്? ആദ്യം കഥ പറഞ്ഞു തുടങ്ങിയ ഉഗ്രശ്രവസ് എന്ന സൂതൻ തന്നെയാണ്. ഏതത് ശ്രുത്വാ ദ്വിജശ്രേഷ്ഠാത് സ രാജാ ജനമേജയ വിസ്മിതോ ഭവതത്യർത്യം യജ്ഞകർമാന്തരേഷ്വത തത സമാപയാമാസു കർമ്മ തത്തസ്യ യാചകാഹ ആസ്തീകശ്ചാഭവത്പ്രീത പരിമോക്ഷ്യ ഭുജംഗമാൻ. അപ്പൊ ജനമേജയന്റെ യജ്ഞവേദിയിൽ നാഗങ്ങളെ അഥവാ നാഗന്മാരെ കൊന്നൊടുക്കാനുള്ള യജ്ഞം നടക്കുന്ന കഥ നമ്മൾ മഹാഭാരതത്തിൽ ആദ്യം പറഞ്ഞു വെച്ചതാണ്. ജനമേജയന്റെ പിതാവ് പരീക്ഷിത്തിന്റെ മരണത്തിന് ഉത്തരവാദികളാവുന്നത് നാഗന്മാരാണ്, അല്ലെങ്കിൽ നാഗങ്ങളാണ് എന്നതിനാൽ ആ നാഗങ്ങളെ മുഴുവനും നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സർപ്പയജ്ഞം നടത്തുകയും ആ സർപ്പയജ്ഞത്തിന്റെ അതിന്റെ മന്ത്രഘോഷണത്തോടുകൂടി സർപ്പയജ്ഞം മുന്നേറുന്നതിനനുസരിച്ചിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് നാഗങ്ങളൊക്കെ വന്ന് ഈ അഗ്നിയിൽ ചാടുകയും വാസുകിയുടെ സഹോദരിയുടെ പുത്രനായ ആസ്തീകൻ, നാഗങ്ങളുടെ വംശം അങ്ങനെ നശിക്കാതിരിക്കാൻ വേണ്ടി ജന്മമെടുത്ത ആസ്തീകൻ മാത്രം ആ യാഗത്തിന്റെ സ്ഥലത്ത് എത്തി ബ്രാഹ്മണ വേഷത്തിലെത്തുകയും അവിടുന്ന് ജനമേജയനോട് ഒരു വരം ആവശ്യപ്പെടുകയും യജ്ഞത്തെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ യജ്ഞം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബ്രാഹ്മണനായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് യജ്ഞവേദിയിലേക്ക് പ്രവേശനം കൊടുത്തത് ജനമേജയൻ. അദ്ദേഹത്തിന് ഒരു വരം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാമെന്ന് ജനമേജയൻ സമ്മതിക്കുകയും ചെയ്തു. വരം അദ്ദേഹം പിന്നീട് വരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് പറയുന്നത് ഈ നാഗങ്ങളെ കൊന്നൊടുക്കുന്ന യജ്ഞം അവസാനിപ്പിക്കണം എന്നാണ്. അപ്പൊ യജ്ഞം മുടക്കാനാണ് ആസ്തീകൻ വരുന്നത് എന്നർത്ഥം. ആസ്തീകൻ എന്ന വാക്ക് നമ്മളന്ന് ചർച്ച ചെയ്താണ്. ആസ്തീകന്മാരും നാസ്തികന്മാർ, യഥാർത്ഥത്തിൽ നാസ്തികന്മാരാണ് യജ്ഞം മുടക്കിയിരുന്നത്. ഇവിടെ ആസ്തീകൻ തന്നെയാണ് യജ്ഞം മുടക്കുന്നത്. ആ യജ്ഞം നിർത്തിവെക്കാനായി രാജാവിനോട് ആസ്തീകൻ ആവശ്യപ്പെടുന്നതും പ്രതിജ്ഞാബദ്ധനായ രാജാവ് സത്യം ചെയ്താണ് അയാൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാമെന്ന് പറഞ്ഞാണ് പ്രതിജ്ഞാബദ്ധനായിട്ടുള്ള രാജാവ് കർമ്മങ്ങൾ നിർത്തിവെക്കാൻ നിർബന്ധിക്കപ്പെടുന്നതുമായ കഥ വ്യാസമഹാഭാരതത്തിന്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചാണ്. ആ യജ്ഞവേദിയിൽ വെച്ചാണ് എന്ത് സംഭവിക്കുന്നത്? വൈശമ്പായനൻ എന്ന് പറയുന്ന വ്യാസശിഷ്യൻ ജനമേജയന് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുത്തിരുന്നു എന്നുള്ള കാര്യം പിന്നീട് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ മഹാഭാരതത്തിന്റെ പ്രേക്ഷകര്, വായനക്കാര് അല്ലെങ്കിൽ കേൾവിക്കാരൊക്കെ അറിയുന്നത് എപ്പോഴാണ്? വേറെ ഒരു സാഹചര്യത്തിൽ ശൗനകന്റെ ഒരു 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ശൗനകന്റെ ഒരു യജ്ഞവേദിയിൽ വെച്ച് അവിടെ സൂതൻ ആയിട്ട് പിറന്ന ഉഗ്രശ്രവസ് എന്ന് പറയുന്ന സൂതൻ ജനമേജയന്റെ നാഗയജ്ഞത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാം. അപ്പൊ 3 കാലങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന്, മഹാഭാരതത്തിന്റെ കഥ നടക്കുന്ന ഒരു കാലം, അത് വേറെയാണ്. അതിന്റെ അവസാനം പാണ്ഡവരൊക്കെ മരിച്ചു കഴിഞ്ഞ് പരീക്ഷിത്തിന്റെ പുത്രൻ രാജ്യം ഭരിക്കുന്ന, ജനമേജൻ രാജ്യം ഭരിക്കുന്ന യജ്ഞം നടക്കുന്ന സന്ദർഭത്തിൽ വേദവ്യാസന്റെ ശിഷ്യനായ ഒരാൾ വന്ന് ഈ കഥ പറയുന്നു. 2ാമത്തെ കാലം അതാണ്. 3ാമത്തെ കാലം ആ സംഭവം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു യജ്ഞഭൂമിയിൽ വെച്ച് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു യജ്ഞസ്ഥലത്ത് വെച്ച് ശൗനകൻ എന്ന് പറയുന്ന ഒരു ആൾ നടത്തുന്ന യജ്ഞഭൂമിയിൽ വെച്ച് ഉഗ്രശ്രവസ് എന്ന് പറയുന്ന ഒരു സൂതൻ ഈ കഥ പറയുകയാണ്. അപ്പം 3 ഘട്ടങ്ങളിലായിട്ട് കാലത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 ഘട്ടങ്ങളെയും കൂട്ടിക്കെട്ടുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ ചരട് വലിച്ചു മുറുക്കുന്ന തരത്തിലാണ് മഹാഭാരതം 18ാമത്തെ പർവ്വം കഴിഞ്ഞ് സ്വർഗാരോഹണ പർവ്വത്തിന് ശേഷം ഈ കഥ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കഥ എവിടേക്കാണോ ചെന്നെത്തുന്നത്, ഈ ആദ്യം തുടങ്ങിയിടത്തേക്ക് ഈ കഥ ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. ഏതശ്രുത്വാദിജശ്രേഷ്ഠാത് സ രാജാ ജനമേജയ വിസ്മിതോ അഭവത് അത്യർത്ഥം യജ്ഞകർമാന്തരേഷ്വത. ഇങ്ങനെ വിസ്മിതരായിട്ട് ദ്വിജന്മാരൊക്കെ വിസ്മയിക്കപ്പെട്ട് നിൽക്കുന്ന ജനമേജയന്റെ നാഗയജ്ഞത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടുന്ന് വീണ്ടും അവിടെ നിൽക്കാതെ വീണ്ടും നമ്മളെ തക്ഷശിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ആ തക്ഷശിലയിൽ വെച്ചാണ് ഈ യജ്ഞം നടത്തിയത് എന്നും, തക്ഷശില വേറൊരു തരത്തിലും കൂടെ പ്രധാനപ്പെട്ടതാണ് ഈ കഥയിൽ. തക്ഷശിലയിൽ വെച്ച് തന്നെയാണ്
നായയുടെ ശാപത്തിന് പരിഹാരത്തിന് വേണ്ടിയുള്ള ക്രിയകൾ ജനമേജയൻ എന്നുള്ള രാജാവ് നടത്തുന്നു. അപ്പം നമ്മൾ വീണ്ടും കഥ തുടങ്ങിയിടത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നർത്ഥം. രാജാവ് യജ്ഞകർമ്മങ്ങൾ നിർത്തിവെക്കാൻ നിർബന്ധിക്കപ്പെടുന്നതുമായ കഥ വ്യാസമഹാഭാരതത്തിന്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചതാണ്. അതേ സന്ദർഭത്തിലേക്കാണ് മഹാഭാരതത്തിന്റെ അവസാന ഭാഗത്ത് ഇപ്പോൾ കഥയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ വ്യാസമഹാഭാരതം അതിന്റെ ആഖ്യാന ഘടനയെ തുടങ്ങിയിടത്തേക്ക് തന്നെ വലിച്ചു കെട്ടുന്നു, അഥവാ ഒരു ചക്രം പൂർത്തീകരിക്കുന്നു, ഒരു വൃത്തം പൂർത്തീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. യജ്ഞത്തിലേക്കായി ക്ഷണിച്ചു കൊണ്ടുവന്ന എല്ലാ ബ്രാഹ്മണർക്കും ദക്ഷിണ കൊടുത്ത് അവരെ പ്രസാദിപ്പിക്കുകയും യജ്ഞം നിർത്തിവെക്കുന്നതായി രാജാവ് ജനമേജയൻ തന്നെ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുന്നത്. നാഗന്മാരുടെ വംശം മുടിഞ്ഞു പോകാതെ അവരെ സംരക്ഷിക്കുന്നത് ആസ്തീകനാണ്. ബ്രാഹ്മണന്മാരെ പറഞ്ഞുവിട്ടതിന് ശേഷം ജനമേജയൻ എന്ന രാജാവ് തക്ഷശിലയിൽ നിന്നും ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നാഗയജ്ഞം നടത്തിയത് ഹസ്തിനപുരത്തിൽ വെച്ചോ അതിന് സമീപത്ത് വെച്ചോ ആയിരുന്നില്ല, തക്ഷശിലയിൽ വെച്ചായിരുന്നു എന്നാണ് ഈ പരാമർശത്തിന്റെ അർത്ഥം. സരമ എന്ന പട്ടിയുടെ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി ജനമേജയൻ യജ്ഞം അനുഷ്ഠിക്കുന്നതും ഇതേ തക്ഷശിലയിൽ വെച്ചായിരുന്നു എന്നാണ് മഹാഭാരതത്തിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പൊ തക്ഷശിലയിൽ വെച്ചായിരുന്നു മഹാഭാരതം ആദ്യമായിട്ട് പാരായണം ചെയ്യപ്പെട്ടത് എന്നാണല്ലോ അതിനർത്ഥം. ഗാന്ധാരത്തിന്റെ തലസ്ഥാനമായിരുന്നു അത്രേ പഴയ തക്ഷശില. സിന്ധു നദിയുടെ കിഴക്കൻ തീരത്തിലായിരുന്നു ആ നഗരത്തിന്റെ സ്ഥാനം എന്ന് കരുതുന്നു. BCE 1000 മുതൽ ഈ നഗരം നിലനിന്നിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലായിരുന്നു തക്ഷശിലയുടെ സ്ഥാനം. BCE 5-ാം നൂറ്റാണ്ടിൽ തക്ഷശില എന്ന സ്ഥലത്ത് സ്ഥാപിതമായ സർവകലാശാല തക്ഷശില എന്ന പേരിൽ തന്നെയാണ്, അഥവാ അല്ലെങ്കിൽ തക്ഷശില സർവകലാശാല എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. ചാണക്യനും ചരകനും പാണിനിയുമൊക്കെ ഇവിടുത്തെ അധ്യാപകരായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഇപ്പോൾ ഈ പ്രദേശം പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഗങ്ങളുടെ വംശനാശം വരുത്താനുള്ള ഒരു വലിയ യത്നം ആരംഭിക്കുകയും അത് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോവുകയും നാഗങ്ങൾ നശിക്കാതെ തന്നെ യജ്ഞം അവസാനിപ്പിക്കുകയുമാണല്ലോ ചെയ്യുന്നത്. നാഗങ്ങൾ എന്ന് മഹാഭാരതം പരാമർശിക്കുന്നത് സർപ്പങ്ങളെ കുറിച്ചല്ല, മനുഷ്യരെ കുറിച്ച് തന്നെയാണ് എന്നും നാഗങ്ങൾ അഥവാ നാഗന്മാർ ഒരുപക്ഷെ യജ്ഞവിരോധികളും ബുദ്ധവിശ്വാസികളുമായ നാഗവംശക്കാർ തന്നെ ആയിരിക്കാമെന്നും മഹാഭാരതത്തിന്റെ ആദ്യ ഭാഗത്തെ കഥകൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ തക്ഷശിലയിൽ സർവകലാശാല ആരംഭിച്ചതിന് ശേഷമോ അതിനു മുമ്പോ ബ്രാഹ്മണ മതക്കാരും ബുദ്ധമത വിശ്വാസികളിൽ തമ്മിൽ നടന്നിരിക്കാനിടയുള്ള വലിയൊരു സംഘർഷത്തിന്റെ സൂചന കൂടി നൽകുന്നുണ്ട് ജനമേജയന്റെ നാഗയജ്ഞം എന്ന് വേണം കരുതാൻ. തക്ഷശിലയിലെ ആചാര്യന്മാരായി പരിഗണിക്കുന്ന ചരകൻ ആയുർവേദ വിദഗ്ധനും ബുദ്ധമത വിശ്വാസിയുമായിരുന്നു എന്നാണ് കരുതുന്നത്. പാണിനിയും ബുദ്ധമത വിശ്വാസിയായിരുന്നു എന്ന് അമരകോശത്തിന്റെ ആദ്യത്തെ ശ്ലോകം വിശദീകരിച്ചുകൊണ്ട് പലരും അഭിപ്രായപ്പെട്ട് കണ്ടിട്ടുണ്ട്. ആരുണിയും ശ്വേതകേതുവും വിദ്യ അഭ്യസിച്ചത് തക്ഷശിലയിലായിരുന്നു എന്ന് കരുതുന്നു. BCE 5-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന പാണിനിയുടെ അഷ്ടാധ്യായിയിൽ തക്ഷശിലയെക്കുറിച്ച് പരാമർശം ഉണ്ട്. ബുദ്ധ സാഹിത്യത്തില് ജാതക കഥകളിലും ഗാന്ധാരത്തിന്റെ തലസ്ഥാനം എന്ന നിലയിൽ തക്ഷശിലയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ തക്ഷശിലയിൽ ബുദ്ധമതത്തിനും വിശ്വാസങ്ങൾക്കും പുറത്തുള്ള ആചാര്യന്മാരും സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിരുന്നതായി ജാതക കഥകളിലും പരാമർശിക്കുന്നുണ്ട്. ബുദ്ധമതക്കാർ മാത്രമല്ല, ബുദ്ധമതക്കാരും ജൈന മതക്കാരും മാത്രമല്ല, ആ വിശ്വാസധാരയ്ക്ക് പുറത്തുള്ള ആളുകളും തക്ഷശിലയിൽ താമസിക്കുകയും അവിടെ പഠനം നടത്തുകയും ഒക്കെ ചെയ്തതായിട്ട് പരാമർശിക്കുന്നുണ്ട്. BCE 1300 ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ തക്ഷശിലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാലശേഷം ഈ നഗരം വിസ്മരിക്കപ്പെട്ടു കിടന്നു എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. വൈദിക മതത്തിന്റെയും ക്ഷത്രിയ രാജ്യവംശങ്ങളുടെയും കാലത്ത് വീണ്ടും തക്ഷശില നഗരമായി ഉദയം കൊണ്ടു. ഗാന്ധാരത്തിന്റെ തലസ്ഥാനമായിരുന്നു തക്ഷശില എന്ന് പറഞ്ഞുവല്ലോ. മൗര്യ സാമ്രാജ്യത്തിന്റെ കാലത്തും തക്ഷശില അതിന്റെ പ്രതാപങ്ങളോടെ നിലനിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. വൈദിക മതവും യജ്ഞ സംസ്കാരവും ബുദ്ധമത വിശ്വാസങ്ങളുമായി ആശയപരമായി ഏറ്റുമുട്ടിയ പ്രദേശമായി വേണം തക്ഷശിലയെ അടയാളപ്പെടുത്താൻ എന്ന് തോന്നുന്നു.
ആസ്തികൻ വിജയിക്കുന്നതും നാഗങ്ങളുടെ സർവനാശം സംഭവിക്കാതെ അവരെ സംരക്ഷിക്കുന്നതും വൈദിക മതത്തോട് വാദിച്ചും തർക്കിച്ചുമാണല്ലോ. മാത്രമല്ല, യാഗം മുടങ്ങിപ്പോയിട്ടും ജനമേജയൻ എന്ന രാജാവ് ആസ്തികനോട് ശത്രുത വെച്ച് പുലർത്തുന്നുമില്ല. എന്ന് വെച്ചാൽ ആസ്തികൻ ഉന്നയിക്കുന്ന വാദത്തെ രാജാവ് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ വൈദിക മതവും ബുദ്ധമതവും തമ്മിൽ സമന്വയത്തിലെത്തുന്ന സന്ദർഭങ്ങൾ മഹാഭാരതത്തിൽ പലയിടത്തും ഉള്ളതായിട്ട് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ്. ഒരു ഉദാഹരണം പറഞ്ഞത്, ഹിംസയില്ലാതെ യാഗവും യജ്ഞങ്ങളും അനുഷ്ഠിക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശം മഹാഭാരതത്തിൽ പല സ്ഥലത്തും ഉണ്ട് എന്നതാണ്. ആദ്യം ഹിംസയോടുകൂടിയ യാഗമാണ്, പിന്നീട് യാഗം ഹിംസയില്ലാതെയായിട്ട് മാറുന്നു. ദസ്യുക്കൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസികളും വൈദിക മതത്തിന്റെ പുറത്തുള്ള ആൾക്കാരൊക്കെ ആദ്യഘട്ടത്തിൽ യാഗങ്ങളെ എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹിംസ കൊണ്ടാണ്. അവരുടെ കന്നുകാലികളെ, അവരുടെ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കേണ്ട കന്നുകാലികളെ, അവർക്ക് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമായിട്ട് ഉപയോഗിക്കുന്ന മൃഗങ്ങളെയൊക്കെ യജ്ഞത്തിന്റെ പേരിൽ നൂറുകണക്കിന് മൃഗങ്ങളെ കൊന്നൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ശത്രുതയാണ്. എന്നാൽ യജ്ഞങ്ങൾ തന്നെ അഹിംസാ മാർഗത്തിൽ ആവാമെന്നും 3 വർഷം സൂക്ഷിച്ചു വെച്ച ധാന്യങ്ങൾ കൊണ്ട് യജ്ഞം അനുഷ്ഠിച്ചാൽ അതിന്റെ ഫലം മൃഗങ്ങളെ കൊന്നുകൊണ്ട് യജ്ഞം അനുഷ്ഠിക്കുന്നതിലും ശ്രേഷ്ഠമാണ് എന്നുമുള്ള നിലപാടിലേക്ക് പിൽക്കാലത്ത് വൈദിക മതം എത്തുന്നതായിട്ട് നമ്മൾ മഹാഭാരതത്തിൽ തന്നെ കണ്ടു. അങ്ങനെ വരുമ്പോൾ ഒരു സമന്വയത്തിന്റെ, യജ്ഞ സംസ്കാരവും യജ്ഞത്തിൽ വിശ്വസിക്കാത്ത ആളുകളും തമ്മിലുള്ള ഒരു സമന്വയത്തിന്റെ തലം കൂടി നമുക്ക് തക്ഷശിലയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ജനമേജയന്റെ നാഗയജ്ഞത്തിന്റെ വേദിയിലും നമുക്ക് കാണാൻ പറ്റും. യാഗങ്ങളെയും യജ്ഞങ്ങളെയും എതിർക്കുക എന്ന നിലപാടിനു പകരം യജ്ഞങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന വലിയ തോതിലുള്ള മൃഗബലി അവസാനിപ്പിക്കുക എന്നൊരു തരത്തിലേക്ക്, അങ്ങനെ അഹിംസാ മാർഗത്തിലുള്ള ഒരു യജ്ഞത്തെ സ്വീകരിക്കുക എന്നുള്ള തരത്തിലേക്ക് ഈ ദസ്യുക്കളായിട്ട് നിൽക്കുന്നവരും വൈദിക മതത്തിന്റെ വക്താക്കളും തമ്മിൽ ഒരു സമന്വയത്തിന്റെ പാലം പണിതിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അഹിംസയുടെ മാർഗം സ്വീകരിക്കാനും വൈദിക മതം തയ്യാറാവുകയും അതിനു പാകമായ തരത്തിൽ ന്യായീകരണങ്ങളും പുരാവൃത്തങ്ങളും ശ്ലോകങ്ങളുമൊക്കെ മഹാഭാരതത്തിലടക്കം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അതാണ് മഹാഭാരതത്തിന്റെ പ്രത്യേകത എന്നും കാണേണ്ടതുണ്ട്. അഹിംസയാണ് പരമമായ ധർമ്മമെന്ന് മഹാഭാരതത്തിൽ പലയിടത്തും ആവർത്തിക്കുന്നതിന്റെ കാരണവും ഒരുപക്ഷെ ഇതായിരിക്കാം. ഏതത്തെ സർവമാഖ്യാതം വൈശമ്പായന കീർത്തിതം വ്യാസാജ്ഞയാ സമാഖ്യാതം സർപ്പസത്രയേ നൃപസ്യ. ഇങ്ങനെ വ്യാസവിരചിതവും വ്യാസാജ്ഞയാൽ വൈശമ്പായന കീർത്തിതവും സർപ്പസത്രത്തിന്റെ സന്ദർഭത്തിൽ ആഖ്യാനം ചെയ്യപ്പെട്ടതുമായ കഥ മുഴുവനും ഞാനിതാ സർവം ആഖ്യാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാസമഹാഭാരതത്തിലെ കഥ അവസാനിപ്പിക്കുന്നത് സൂതനായ ഉഗ്രശ്രവസാണ്. വൈശമ്പായന്റെ കഥ പറഞ്ഞു കൊടുത്തും കഥ അവസാനിക്കുന്നില്ല. കഥ അവസാനിക്കുന്നത് സ്വർഗാരോഹണ പർവ്വത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകത്തിൽ ഏതത്തെ സർവം ആഖ്യാതം വൈശമ്പായന കീർത്തിതം വ്യാസാജ്ഞയാ സമാഖ്യാതം സർപ്പസത്രയെ നൃപസ്യ. സർപ്പസത്രത്തിൽ വെച്ച് ജനമേജയന്റെ നാഗസത്രത്തിന്റെ സ്ഥലത്ത് വെച്ച് വൈശമ്പായനൻ പറഞ്ഞതും വ്യാസവിരചിതവും വ്യാസന്റെ ആജ്ഞയാൽ ആണ് ഇത് പറഞ്ഞതെന്നും പറയുന്നുണ്ട്. അങ്ങനെ വിരചിതവുമായിട്ടുള്ള ഈ കൃതി ഞാനിതാ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ആ കഥ ഞാനിതാ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സൂതനായിരിക്കുന്ന ഉഗ്രശ്രവസിലേക്ക് കഥയുടെ തുടക്കത്തിന്റെ സ്ഥലത്തേക്ക് വീണ്ടും എത്തുകയാണ്. അതുകൊണ്ടാണ് ഒരു ചക്രം പൂർത്തീകരിക്കുകയാണ്. മഹാഭാരതത്തിലെ 18 പർവ്വവും കഴിഞ്ഞ് അവസാനത്തെ പർവ്വത്തിന്റെ 5-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകത്തിൽ വെച്ച് ഒരു ചക്രം പൂർത്തീകരിക്കുകയാണ്, ഒരു ആവർത്തനം പൂർത്തീകരിക്കുകയാണ്. തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തുകയാണ് കഥ എന്ന് നേരത്തെ സൂചിപ്പിച്ചത്. ഉഗ്രശ്രവസിൽ തുടങ്ങി ഉഗ്രശ്രവസിൽ അവസാനിക്കുകയാണ് വ്യാസമഹാഭാരതത്തിലെ കഥ എന്ന് പറയാം. അതിനിടയിൽ ആഖ്യാനങ്ങൾ പലതരത്തിലേക്ക് പോകുന്നുണ്ട്. വൈശമ്പായനോട് ജനമേജയൻ ചോദ്യം ചോദിക്കുകയും അതിന് ജനമേജയൻ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ധൃതരാഷ്ട്രൻ, കണ്ണു കാണാത്ത ധൃതരാഷ്ട്രനോട് സഞ്ജയനോട് ചോദ്യം ചോദിക്കുകയും സഞ്ജയൻ കഥ പറയുകയും ചെയ്യുന്നുണ്ട്. പല പല കഥകളിലൂടെ ആഖ്യാനം പല തരത്തിൽ ചെതറിക്കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ പോലും അവസാനം ഈ എല്ലാ കണ്ണികളും കൂടെ ചേർത്ത് വലിച്ചു കെട്ടി ഉഗ്രശ്രവസിലേക്ക് യോജിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഏതോ കാലത്ത് നടന്ന ഒരു കഥ മറ്റേതോ കാലത്ത് ഒരു രാജാവ് നടത്തിയ യജ്ഞവേദിയിൽ വെച്ച് വ്യാസശിഷ്യൻ ആ രാജാവിനെയും യജ്ഞവേദിയിൽ കൂടിയ മറ്റുള്ളവരെയും പറഞ്ഞു കേൾപ്പിക്കുകയും അവിടെ പറഞ്ഞു കേട്ട കഥ ഉഗ്രശ്രവസ് എന്ന ഒരു സൂതൻ ശൗനകന്റെ യജ്ഞവേദിയിൽ ഒത്തുകൂടിയ ബ്രാഹ്മണരോട് പറയുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ സൂതനിൽ തുടങ്ങി
സൂതനിൽ അവസാനിക്കുന്നത് മഹാഭാരത കഥയല്ല, കഥയുടെ ആഖ്യാനമാണ് എന്നർത്ഥം. കഥയും കഥയുടെ ആഖ്യാനവും വേറിട്ട് നിൽക്കുന്നു. സംഭവങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, അതിന്റെ ആഖ്യാനം വേറൊരു ഭാഗത്ത് നടക്കുന്നു എന്നർത്ഥം. സരമ എന്ന പട്ടിയുടെ ശാപത്തിന് പരിഹാരക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ജനമേജയൻ തക്ഷശിലയിലേക്ക് പോയിരുന്നത് എന്ന് ആദിപർവത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ജനമേജയന്റെ നാഗയജ്ഞവേദിയിൽ വെച്ച് രാജസഹോദരന്മാരുടെ അടിയേറ്റ നായ അമ്മയോട് പരാതി പറയുകയും അകാരണം, അപ്പൊ അമ്മ ചോദിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, ഹവിസ് നക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹവിസ് മണപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്, യജ്ഞവേദിയിൽ ശല്യം ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ് അമ്മ പറയുന്നത്. അപ്പം നായ വീണ്ടും പറയുന്നത്, ഇല്ല അമ്മ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഹവിസ് മണപ്പിച്ചിട്ടില്ല, ഹവിസ് നക്കിയിട്ടില്ല, അവിടെ ബഹളം വെച്ചിട്ടില്ല, അകാരണമായിട്ടാണ് ഞങ്ങളെ ശിക്ഷിച്ചത് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം പിടിക്കുകയും അകാരണമായി തൻ്റെ പുത്രനെ ശിക്ഷിച്ച രാജാവിന് അകാരണമായി ഭയപ്പെടാനിടയാവട്ടെ എന്ന് ശപിക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. ആ ശാപത്തിന് പരിഹാരം ചെയ്യാനായിരുന്നു രാജാവ് തക്ഷശിലയിലേക്ക് പോയത്. പരിഹാരക്രിയകൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ രാജാവ് തിരിച്ചെത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ വിവരിക്കുന്നത്. മഹാഭാരതത്തിലെ പട്ടി അഥവാ പട്ടിയുടെ കഥയും ഏറെ ചുറ്റി സഞ്ചരിച്ച് തിരിച്ചെത്തിയിരിക്കുന്നു എന്നർത്ഥം. മഹാഭാരതം സഞ്ചരിച്ച എല്ലാ വഴിയിലൂടെയും ഈ നായയും സഞ്ചരിച്ച് തിരിച്ച് അതേ ബിന്ദുവിലേക്ക് തന്നെ എത്തിയപ്പോഴാണ് സ്വർഗാരോഹണത്തിന്റെ സമയത്ത് ഈ പട്ടിയെ നമ്മൾ വീണ്ടും കാണുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ മഹാഭാരതത്തിന്റെ തുടക്കത്തിൽ കഥയിൽ പ്രവേശിച്ച നായ സ്വർഗാരോഹണ വേളയിൽ പിന്നെയും മഹാഭാരത കഥയെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം സൂതൻ കഥ പറഞ്ഞു നിർത്തുമ്പോഴും പട്ടിയുടെ ശാപത്തിന് പരിഹാര കർമ്മങ്ങൾ ചെയ്ത ശേഷം തിരിച്ചെത്തിയ രാജാവിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പുണ്യോ അയം ഇതിഹാസാഖ്യ പവിത്രം ചേതമുത്തമം കൃഷ്ണേന മുനിനാ വിപ്ര നിയതം സത്യവാദിന. ഇതിഹാസം എന്ന് ഇവിടെയും പറയുന്നുണ്ട്. ഇതിഹാസം എന്നറിയപ്പെടുന്ന ഈ കൃതി പുണ്യം ജനിപ്പിക്കുന്നതും പവിത്രവും ഉത്തമവും കൃഷ്ണദ്വൈപായൻ എന്ന വിപ്രമുനിയാൽ രചിക്കപ്പെട്ടതുമാണ് എന്ന് മുകളിലെ ശ്ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇതിഹാസം എന്ന വാക്കിന് കിസരി മോഹൻലാൽ ഈ സന്ദർഭത്തിലും നൽകിയ ഇംഗ്ലീഷ് പരിഭാഷ ഹിസ്റ്ററി അഥവാ ചരിത്രം എന്നാണ്. ഈ പരമ്പരയുടെ ആദ്യത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിഹാസം എന്ന സംസ്കൃത പദത്തിന് ചരിത്രം അഥവാ ഹിസ്റ്ററി എന്നല്ല യഥാർത്ഥത്തിൽ അർത്ഥം. ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷത എന്നാണ് ഇതിഹാസം എന്ന പദത്തിന്റെ നിരുക്തം അല്ലെങ്കിൽ അതിന്റെ നിർവചനം. ഈ നിർവചനം സ്വീകരിച്ചാൽ ഇതിഹാസം എന്ന വാക്കിനെ ചരിത്രത്തോട് സമന്വയിക്കുക എന്നത് അല്ലെങ്കിൽ ഹിസ്റ്ററിയുമായിട്ട് സമീകരിക്കുക എന്നത് യുക്തിസഹമാവുകയില്ല. ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കായുള്ളതും ഉപദേശ സമന്വിതവും കഥായുക്തവുമായി പൂർവവൃത്തം അവതരിപ്പിക്കുന്നതാണ് ഇതിഹാസം എന്ന് മുകളിൽ കൊടുത്ത നിർവചനത്തിൽ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അത് പൂർണ്ണമായും ചരിത്രമല്ല എന്ന് വ്യക്തം. ധർമാർത്ഥ കാമമോക്ഷങ്ങളെക്കുറിച്ച് ഉപദേശിക്കുക എന്നത് പരമപ്രധാനമായി ലക്ഷ്യമാക്കുന്നത്, അതാണ് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമാക്കുന്നത് എന്നും അതിന് പുരാവൃത്തങ്ങളെ കഥായുക്തമായി അവതരിപ്പിക്കുകയാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട്. പുരാവൃത്തങ്ങളെ കഥായുക്തമാക്കുന്നിടത്താണ് അതിൻ്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങളെ കുറച്ചുകൂടെ പൊലിപ്പിക്കുന്നതും അതിനെ ബിംബഭാഷയിലേക്ക് മൊഴി മാറ്റുന്നതുമൊക്കെ. കാരണം പണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ അതേപോലെ അവതരിപ്പിച്ചാൽ സമൂഹത്തെ ഉപദേശിക്കുക എന്ന ലക്ഷ്യം പലപ്പോഴും നടക്കാതെ പോകും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വിശദീകരിക്കുകയല്ല, സമൂഹത്തിന് ഉപദേശങ്ങൾ നൽകുക എന്നതാണ് ഇതിഹാസത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. നിങ്ങളൊരു അപകടത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടാൽ പണ്ട് ഇതുപോലെ ഈ വഴിക്ക് സഞ്ചരിച്ച വേറെ ഒരാൾ ഇതിനെക്കാട്ടും വലിയൊരു അപകടത്തിലെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ വഴിക്ക് പോവരുത് എന്ന് പറയലാണ് ഉദ്ദേശം. അതാണ് ലക്ഷ്യമാക്കുന്നത്. ഇതിഹാസം ചരിത്രമാണ് എന്ന തെറ്റിദ്ധാരണ കാലങ്ങളായി നമ്മുടെ സമൂഹത്തിലും വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ പോലും നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായ വസ്തുത. അതുകൊണ്ട് ഇതിഹാസത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന പുരാവൃത്തങ്ങളെല്ലാം മുമ്പ് സംഭവിച്ചതാണ് എന്ന് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം മനുഷ്യർ ഇന്നും തെറ്റിദ്ധരിക്കുന്നു. ഇന്ത്യക്കാരുടെ ചരിത്രബോധം ഇതായിരുന്നു, അഥവാ ഇത്ര വികലമായിട്ടാണ് അവർ ചരിത്രത്തെ കണ്ടിരുന്നത് എന്ന് ഇന്ത്യക്ക് പുറത്തുള്ള വൈജ്ഞാനിക ലോകവും കരുതിപ്പോന്നു. അതുകൊണ്ടാണ് ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു അന്വേഷണം പോലും കൂടാതെ കിസരി മോഹൻ ഗാംഗുലി തന്റെ കൃതിയിൽ ആ വാക്കിന് ഹിസ്റ്ററി എന്ന് തർജ്ജമ നൽകിയിരിക്കുന്നത്.
അവിടെയാണ് അതിൻ്റെ അപകടം കുടിയിരിക്കുന്നതെന്നർത്ഥം. നമുക്ക് കുറച്ചുകൂടെ പിന്നെ ഒരു ന്യായീകരണം കൂടെ കണ്ടെത്താനുള്ളത് ഇതിഹാസ് അല്ലെങ്കിൽ ഇതിഹാസം എന്ന വാക്കിന് ഹിന്ദിയിൽ ചരിത്രം എന്ന് തന്നെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് സംസ്കൃതത്തിലുള്ള ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് ചുഴിഞ്ഞു ചെല്ലാതെ തന്നെ പുതിയൊരു കോണ്ടക്സ്റ്റിൽ ചരിത്രം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഇതിഹാസം എന്ന പദം. കൃഷ്ണദ്വൈപായനാൽ വിരചിതമായ ഇതിഹാസമാണ് ഞാനിപ്പോൾ ആഖ്യാനം ചെയ്തിരിക്കുന്നത് എന്ന് വൈശമ്പായനൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമൂഹത്തിന്റെ ധാർമ്മിക ജീവിതം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങളായി വേദവ്യാസൻ കഥാരൂപത്തിൽ അവതരിപ്പിച്ച പൂർവവൃത്തങ്ങൾ അഥവാ പുരാവൃത്തങ്ങൾ ഞാനിതാ നിങ്ങളോട് പറയുന്നു എന്നു മാത്രമാണ്. ഉപദേശങ്ങളെന്നും കഥായുക്തമെന്നുമുള്ള വാക്കുകളാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് പദങ്ങൾ. ഇത് കഥയാണ്. ഞാൻ ഈ കഥയിലൂടെ ഉപദേശിക്കാനാണ് ശ്രമിക്കുന്നത്. സമൂഹത്തിന്റെ ധാർമ്മിക വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് സമ്പത്ത് നേടേണ്ടത് എന്നും ആ സമ്പത്ത് കൊണ്ട് എങ്ങനെ മാന്യമായും നീതിയുക്തമായും കാമനകളെ പൂർത്തീകരിക്കാമെന്നും അതുവഴി എങ്ങനെ മോക്ഷം നേടാമെന്നും ആളുകളെ ഉപദേശിക്കുകയാണ് ഈ കൃതിയുടെ ദൗത്യം. അല്ലാതെ കേവലമായ ചരിത്രം വസ്തുനിഷ്ഠമായും സത്യസന്ധമായും അവതരിപ്പിക്കലല്ല എന്നുകൂടിയാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ശ്ലോകത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. സർവജ്ഞേന വിധിജ്ഞേന ധർമ്മജ്ഞാനവദാസദ അതീന്ദ്രിയേണ ശുചിന തപസാ ഭാവിതാത്മന ഐശ്വര്യേ വർത്തതാചൈവ സാഖ്യയോഗവിദാ തഥാ നൈകതന്ത്ര വിബുദ്ധേന ദൃഷ്ട്വാ ദിവ്യേന ചക്ഷുഷ. ഇത്തരത്തിലൊരു ഉപദേശം നൽകാൻ യോഗ്യനാണ് വേദവ്യാസൻ എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് വേദവ്യാസന് സമസ്ത ലോകത്തിനും സമസ്ത കാലത്തേക്കും സമസ്ത സമൂഹത്തിനും മുമ്പിൽ ഇങ്ങനെ ഒരു ഉപദേശം നൽകാൻ സാധിക്കുന്നത്? അത് സ്ഥാപിക്കുകയാണ് ഈ ശ്ലോകം. അദ്ദേഹം വൈദിക മതത്തിന്റെ മാത്രം വക്താവല്ല, സാഖ്യദർശനവും യോഗദർശനവും അടക്കം സർവതരത്തിലുള്ള ജ്ഞാനവും വ്യാസനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പലതരത്തിലുള്ള വിജ്ഞാനീയങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെട്ടതാണ് വ്യാസന്റെ ദിവ്യ ചക്ഷുസ് എന്നും പറയുന്നുണ്ട്. അഥവാ വൈദികമായ ജ്ഞാനത്തോടൊപ്പം പലതരത്തിലുള്ള നാടോടി വിജ്ഞാനീയങ്ങളും വാമൊഴി വഴക്കങ്ങളും നാടോടി കഥകളുമൊക്കെ വ്യാസനിൽ സമ്മേളിക്കുന്നു എന്നർത്ഥം. ഈ ദിവ്യമായ ചക്ഷുസ്സു തന്നെയാണ് വ്യാസൻ സഞ്ജയന് നൽകുന്നത്. അന്ധനായ ധൃതരാഷ്ട്രക്ക് യുദ്ധരംഗം വിവരിച്ചു കൊടുക്കാൻ സഞ്ജയനെ പ്രാപ്തനാക്കുന്നതും വ്യാസന്റെ ദിവ്യചക്ഷുസ്സു തന്നെ. ദിവ്യചക്ഷുസ് എന്നത് ഏതെങ്കിലും ദേവന്റെ അഥവാ ഈശ്വരന്റെ വരപ്രസാദമല്ല, കവിയുടെ ഋഷിതുല്യമായ ദീർഘവീക്ഷണമാണ് എന്ന് സാരം. അദ്ദേഹം അത് ആർജിച്ചതാണ്, ജ്ഞാനത്തിലൂടെ ആർജിച്ചതാണ് എന്ന് സാരം. അത് വൈദിക മതത്തിന്റെ ജ്ഞാനം മാത്രമല്ല, സാഖ്യവും യോഗവും അടക്കമുള്ള അന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ജ്ഞാനങ്ങളും വൈവിധ്യത്തോടു കൂടി തന്നെ നിലനിൽക്കുന്ന എല്ലാ ജ്ഞാനങ്ങളെയും സ്വാംശീകരിച്ചത് കൊണ്ടാണ് വേദവ്യാസന് ഈ ദിവ്യ ചക്ഷുസ് ലഭ്യമാകുന്നത് എന്നർത്ഥം. അത് നേടേണ്ടത് പലതരം ജ്ഞാനങ്ങൾ ആർജിച്ചുകൊണ്ടാണ്, അല്ലാതെ തപസ് ചെയ്ത് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് വ്യാസൻ ഇത്തരം ഒരു ദൗത്യം ഏറ്റെടുത്തത് എന്നാണ് പിന്നീട് വിവരിക്കുന്നത്. കീർത്തിം പ്രഥയതാ ലോകേ പാണ്ഡവാനാം മഹാത്മനാം അന്വേഷാം ക്ഷത്രിയാണാം ച ഭൂരി ദ്രവിണ തേജസാം. സ്വർഗാരോഹണ പർവ്വത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം. മഹാത്മാക്കളായിരുന്ന പാണ്ഡവന്മാരുടെയും വർദ്ധിച്ച തരത്തിലുള്ള തേജസ് എന്ന ദ്രവ്യം കൈമുതലായിട്ടുള്ള മറ്റു ക്ഷത്രിയരുടെയും കീർത്തി ലോകം മുഴുവനും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ കൃതി രചിച്ചിരിക്കുന്നത്. അപ്പൊ 2 കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഒന്നാമതായി പാണ്ഡവരെ അഥവാ യുദ്ധത്തിൽ വിജയിക്കുകയും അധികാരം നിലനിർത്തുകയും ചെയ്ത പക്ഷത്തെ പ്രകീർത്തിക്കുന്നതിനു വേണ്ടിയാണ് ഈ കൃതി വ്യാസൻ രചിച്ചത്. രണ്ടാമത്തത് അമിതമായ തേജസ്സോടെ സമൂഹത്തിൽ കരുത്താർജിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷത്രിയരെ പ്രകീർത്തിക്കുക എന്നതും ഈ കൃതിയുടെ ലക്ഷ്യമാണ്. ക്ഷത്രിയരെ അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു, അതും ഈ കൃതിയുടെ ലക്ഷ്യമാണ്. ശക്തിയെയും അധികാരത്തെയുമാണ് ഈ കൃതി പ്രകീർത്തിക്കുന്നത് എന്നർത്ഥം. അതിന് സഹായകമായതിനെയെല്ലാം അന്വേഷിച്ചു കണ്ടെത്തി അത് പിന്തുടരാൻ ഭരണാധികാരികളെയോ ക്ഷാത്ര തേജസ്സുകളെയോ ഉപദേശിക്കുക എന്നത് വ്യാസന്റെ ലക്ഷ്യമായിരുന്നില്ല. മറിച്ച് ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് കീർത്തി നേരത്തെയുള്ള പാണ്ഡവരുടെ കഥ ലോകത്തോട് പറയുക,
മഹാത്മാക്കളായിട്ടുള്ള പാണ്ഡവരുടെ കഥ ലോകത്തോട് പറയാം. വീരന്മാരായിട്ടുള്ള ക്ഷത്രിയരെ ലോകത്തിന് പരിചയപ്പെടുത്തുക. നേരത്തെ നമ്മൾ ഈ കഥയിലെ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ ദേശരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഗോത്ര സമൂഹത്തിൽ നിന്നും ഉരുവം കൊണ്ട ദേശരാഷ്ട്രങ്ങൾ ക്രമേണ രാജ്യങ്ങളായിട്ട് മാറുകയും വിശാലമായിട്ടൊരു ഭൂപ്രദേശം രാജ്യങ്ങളുടെ അതിർത്തിയിൽ വരികയും രാജ്യത്തിന് സ്വന്തമായിട്ടുള്ള സൈന്യവും ക്ഷത്രിയരുടെ സഹായവും ഒക്കെ ഉണ്ടാവുകയും അവരായുധമെടുത്ത് പൊരുതാൻ തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗോത്രത്തിന്റെ അകത്ത് നിൽക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കുന്നത് പോലെ വിശാലമായൊരു ഭൂപ്രദേശത്തെ സംരക്ഷിക്കണം എന്ന ഒരു തോന്നൽ മനസ്സിലേക്ക് പെട്ടെന്ന് വരാനിടയില്ല. കാരണം ഗോത്രത്തിന്റെ അകത്തെ ആൾക്കാർക്ക് പരസ്പരം അറിയാം, ബന്ധുക്കളും രക്തബന്ധം ഉള്ളവരുമൊക്കെയാണ്. ഒരുമിച്ച് പൊരുതുന്നവരും ഒരുമിച്ച് പോരാടുന്നവരും ഒരുമിച്ച് കൃഷി ചെയ്യുന്നവരും ഒരുമിച്ച് പങ്കിട്ടെടുക്കുന്നവരും ഒക്കെ ആയിരിക്കാം. അവരിൽ ഒരാൾക്ക് അപകടം വന്നാൽ ആ അപകടത്തിന് കാരണക്കാരനായ ശത്രുവിനെ ആക്രമിക്കാൻ എല്ലാവരും ഒത്തുകൂടും. പക്ഷേ വിശാലമായ ഒരു ഭൂപ്രദേശത്ത് തനിക്ക് ഒരിക്കലും താൻ കണ്ടിട്ട് പോലുമില്ലാത്ത ഏതോ മലയുടെ അങ്ങേ ചെരുവിലുള്ള ഒരു മനുഷ്യനൊരു അപകടം സംഭവിച്ചാൽ അത് എൻ്റെ രാജ്യമാണ്, ഞാനും കൂടെ അതിൽ പങ്കെടുക്കേണ്ടതാണ് എന്നൊരു ബോധത്തിലേക്ക്, ഒരു വിശാലമായ ബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ വിശാലമായൊരു ദർശനത്തിന്റെ അടിത്തറ ഉണ്ടാവേണ്ടതുണ്ട്. ആ ദാർശനികമായിട്ടൊരു അടിത്തറ ഉണ്ടാക്കുക എന്നതുകൂടി മഹാഭാരതത്തിന്റെ ലക്ഷ്യമായിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. വ്യാസവിരചിതമായ ഈ കൃതി വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താലുണ്ടാകുന്ന ഫലത്തെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. ഇതം ശ്രാവയേത് വിദ്വാൻ സദാ പർവണി പർവണി ദൂതപാത്മാ ജിതസ്വർഗോ ബ്രഹ്മഭൂയായ ഗച്ഛതി. താല്പര്യത്തോടെ ശ്രവിക്കുന്നതിന് വേണ്ടി കൂടിയിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ വെച്ച് ഈ കൃതി പർവമായിട്ട് ഓരോരോ പർവങ്ങളായിട്ട് പാരായണം ചെയ്യുന്ന വിദ്വാൻ എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും മോചിതനാകുന്നതായിരിക്കും എന്നാണ് ഈ ചൊല്ലുന്ന ആൾ, പറഞ്ഞു കൊടുക്കുന്ന ആൾ. മാത്രമല്ല അവർക്ക് സ്വർഗവും ബ്രഹ്മപദവും ലഭിക്കുന്നതുമായിരിക്കും എന്നാണ് മുകളിലെ ശ്ലോകത്തിൽ ഇതിന്റെ ഫലശ്രുതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള എല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു ശ്ലോകമാണ് സ്വർഗാരോഹണ പർവ്വത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 38-ാമത്തെ ശ്ലോകം. ധർമ്മേജ അർത്ഥേജ കാമേജ മോക്ഷേജ ഭരതർഷഭ യത് ഇഹ അസ്തി തത് അന്യത്ര യൻ നേഹ അസ്തി ന തത് ക്വചിത്. ധർമ്മത്തിന്റെയും അർത്ഥത്തിന്റെയും കാമത്തിന്റെയും മോക്ഷത്തിന്റെയും കാര്യത്തിൽ, അതല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നും എങ്ങനെയാണ് ധാർമ്മിക വ്യവസ്ഥ പുലർത്തേണ്ടതെന്നും ഒക്കെയുള്ള കാര്യത്തിൽ യത് ഇഹ അസ്തി, ഇവിടെയുള്ളത് തത് അന്യത്ര, മറ്റു പലയിടത്തും കണ്ടേക്കാം. യൻ നേഹ അസ്തി, എന്നാൽ ഇവിടെ ഇല്ലാത്തത് ന തത് ക്വചിത്, മറ്റൊരിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്ന വലിയൊരു അവകാശവാദത്തോട്, ആത്മവിശ്വാസത്തിന്റെ അങ്ങേ തലയിലുള്ള ഒരു അവകാശവാദത്തോടെയാണ് ഈ കൃതി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറ്റു പലയിടത്തും കണ്ടേക്കാം, എന്നാൽ ഇതിലില്ലാത്തത് മറ്റൊരിടത്തും കാണുകയില്ല എന്നത് മഹാഭാരത എന്ന കൃതിയുടെ പ്രത്യേകതയായിട്ട് ഈ കൃതിയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇത് ഒരു കൃതിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമൊക്കെ സാധാരണ നിലയിൽ വ്യക്തമാക്കുക ആ കൃതി ആരംഭിക്കുമ്പോഴാണ്. എന്നാൽ ഇവിടെ സ്വർഗാരോഹണ പർവ്വത്തിന്റെ 5-ാമത്തെ അധ്യായത്തിലാണ് ഇക്കാര്യം എടുത്തു പറയുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ മഹാഭാരതം എഴുത്തുരൂപത്തിൽ ക്രോഡീകരിക്കാൻ ആരംഭിച്ചത് മൗര്യ കാലഘട്ടത്തിലായിരിക്കാമെന്നും ആ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഗുപ്ത കാലഘട്ടത്തിന്റെ അവസാനം ഒക്കെ ആയിരിക്കാം എന്നും അതുവരെ നീണ്ടുപോയിരിക്കാം എന്നുമൊക്കെ ചരിത്ര പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു 1000-700 വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ ഇത് ക്രോഡീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആദ്യഘട്ടത്തിൽ മഹാഭാരതത്തിന്റെ ഭാഗം ആവാതിരുന്ന പലതും പിൽക്കാലത്ത് മഹാഭാരതത്തോട് ചേർത്തിരിക്കാൻ ഇടയുണ്ട്. കാലം മാറുന്നതിനനുസരിച്ചിട്ട്, പുതിയ ഭരണക്രമങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട്, സാമൂഹ്യ നിയമങ്ങൾ മാറുന്നതിനനുസരിച്ച് ആ സാമൂഹ്യ നിയമങ്ങളൊക്കെ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ പുതിയ കഥകൾ, ഉപകഥകളും ഒക്കെ ആയിട്ട് മഹാഭാരതം വികസിച്ചു വന്നിട്ടുണ്ട്. സാമൂഹ്യ നിയമങ്ങൾ എന്ന നിലയിൽ പിൽക്കാലത്ത് രൂപം കൊണ്ട അർത്ഥശാസ്ത്രവും മനുസ്മൃതിയും പോലെയുള്ള പ്രത്യയശാസ്ത്ര കൃതികളിൽ നിന്നും രാമായണവും ഭാഗവതവും ദേവീ ഭാഗവതവും പോലെ ഭക്തിസാന്ദ്രമായ കൃതികളിൽ നിന്നുമൊക്കെ പലതും മഹാഭാരതത്തിലേക്ക് ചേർന്നിരിക്കാം എന്നതിൻ്റെ സൂചന കൂടി നൽകുന്നുണ്ട് മുകളിൽ ഉദ്ധരിച്ച ശ്ലോകം.
അതിന്റെ പിൽക്കാലത്ത് വന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൃതികളുടെയും സത്ത ഇതിലേക്ക് ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇതിൽ കാണാത്തത് നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് കാണില്ല, ഇതിൽ കാണുന്നത് വേറെ സ്ഥലത്ത് കാണും. കാരണം അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. മനുസ്മൃതിയിലുള്ളത് ഒരു പക്ഷേ ഇവിടെ കാണും, അല്ലെങ്കിൽ ഇവിടെയുള്ളതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ മനുസ്മൃതിയിൽ കാണും. ഇവിടെയുള്ളതിൻ്റെ ഒരു ഭാഗം അർത്ഥശാസ്ത്രത്തിൽ കണ്ടേക്കാം, ദേവി ഭാഗവത്തിൽ കണ്ടേക്കാം, രാമായണത്തിൽ കണ്ടേക്കാം, മറ്റു പല സ്ഥലത്തും കണ്ടേക്കാം. കാരണം അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, പിൽക്കാലത്ത് എടുത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇല്ലാത്തത് വേറെ ഒരു സ്ഥലത്ത് കാണില്ല എന്ന് പറയുന്നത് ഇതൊരു ക്രോഡീകരിച്ച രൂപമാണ്. എന്തുകൊണ്ടാണ് ക്രോഡീകരിച്ചത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർത്ഥശാസ്ത്രവും മനുസ്മൃതിയും പോലെയുള്ള കൃതികളൊന്നും സാധാരണ മനുഷ്യന്റെ ചിന്തയിലേക്കോ ചർച്ചയിലേക്കോ പെട്ടെന്ന് വരുന്നതല്ല. എന്നാൽ മഹാഭാരതം ആളുകൾ കഥയായിട്ട് പറഞ്ഞു കൊണ്ടെടുക്കുകയും സാധാരണക്കാരനോട് സംവദിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മഹാഭാരതത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ശാശ്വതമായി നിലനിൽക്കും എന്നൊരു തോന്നൽ അക്കാലത്ത് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് മറ്റേത് കൃതിയിലുള്ള മൂല്യങ്ങളെയും കഥാരൂപത്തിലാക്കി മഹാഭാരതത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ഒരുപക്ഷെ വ്യാപകമായിട്ട് നടന്നിട്ടുണ്ടാവാം. എന്നുവെച്ചാൽ സമൂഹത്തിൽ പല രൂപത്തിൽ പല കൃതികളിലായിട്ട് പല കാലങ്ങളിൽ രൂപം കൊണ്ട പല പല കൃതികളിലായിട്ട് നിലനിൽക്കുന്ന ജ്ഞാനരൂപങ്ങളെ മുഴുവൻ, ധാർമ്മിക വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള വിജ്ഞാനത്തെ മുഴുവൻ ഇവിടെ ഷോക്കേസ് ചെയ്യാനുള്ള പൊതുവായിട്ടുള്ളൊരു അടിത്തറയായിട്ട് വ്യാസമഹാഭാരതം മാറിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. മഹാഭാരതത്തിന്റെ വനപർവം, ശാന്തിപർവം, അനുശാസന പർവം എന്നീ ഭാഗങ്ങളിലൊക്കെ കഥയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത നിരവധി ഉപദേശങ്ങൾ പല പല സന്ദർഭങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രക്ഷിപ്തം എന്ന പേരിൽ പലരും ഒഴിവാക്കാറുള്ള അത്തരം കഥാസന്ദർഭങ്ങളും ഉപകഥകളുമെല്ലാം ഈ യൂട്യൂബിലെ കഥകഥ കസ്തൂരി ബിംബവാഷിയുടെ മഹാഭാരതം എന്ന ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. കാരണം ഓരോ കഥയും ഉപകഥയും പുതിയ കാലത്ത് പ്രക്ഷിപ്തമായിട്ട് ചേർക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാവും, ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് ഒരു ആവശ്യമുണ്ടാവും. ചില കാര്യങ്ങൾ പുതുതായിട്ട് സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ പുതിയൊരു കഥയായിട്ട് ചേർക്കുന്നത്. പല കഥകളും ആ തരത്തിൽ കൂട്ടിച്ചേർക്കുന്നത് നമുക്ക് അനുഭവപ്പെടും. ഒരു ഉദാഹരണത്തിന് മഹാഭാരതത്തിന്റെ കഥാഘടനയിൽ വരുന്ന ഒരു കഥയാണ് ഭീമസേനൻ വനപർവ്വത്തിന്റെ അവസാനം ഭീമസേനൻ കാട്ടിലേക്ക് പോവുകയും ആ കാട്ടിൽ വെച്ചിട്ട് ഒരു സർപ്പം അദ്ദേഹത്തെ പിടിക്കുകയും ചുറ്റി വരികയും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന കഥ. അത് ഒരു കഥാപാത്രത്തെ, മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ നേരിട്ട് ബാധിക്കുന്ന കഥയാണ്. ആ കഥാപാത്രത്തെ അങ്ങനെ ബാധിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ അന്വേഷിച്ച് ചെല്ലുകയും യുധിഷ്ഠിരൻ കാലസർപ്പവുമായിട്ട് സംസാരിക്കുകയും അപ്പോൾ കാലസർപ്പം പറയുന്നത്, എൻ്റെ മുമ്പിൽ വരുന്ന ആരാണെങ്കിലും, അത് നീയാണെങ്കിലും വേറൊരാളാണെങ്കിലും എൻ്റെ ഭക്ഷണമാണ്. ആദ്യം വന്നത് ഭീമസേനൻ ആയതുകൊണ്ട് ഭീമസേനൻ എൻ്റെ ഭക്ഷണമാണ്. മാത്രമല്ല എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എത്ര ശക്തിയുള്ള ആളെ എൻ്റെ മുമ്പിൽ വന്നാലും എൻ്റെ പിടിയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോകും. അതുകൊണ്ട് നിന്റെ സഹോദരനെ ഞാനിത് പിടിച്ചു തന്നു. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നാളെ ഒരുപക്ഷെ നീയായിരിക്കും എൻ്റെ ഭക്ഷണമെന്നും യുധിഷ്ഠിരൻ പറയുന്നുണ്ട്. വീണ്ടും യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് കാലസർപ്പം. വീണ്ടും പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ വീണ്ടും ഇദ്ദേഹത്തോട് സഹോദരന്റെ ജീവന് വേണ്ടി യാചിക്കുമ്പോൾ കാലസർപ്പം ഒരു നിബന്ധന വയ്ക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ഇവനെ വെറുതെ വിടാം. അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം ആരാണ് ബ്രാഹ്മണൻ എന്നും എന്താണ് അറിയേണ്ടത് ജ്ഞാനം എന്നുമാണ്. അപ്പോൾ യുധിഷ്ഠിരൻ, നമ്മളത് ചർച്ചയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനമുള്ളവനാണ്, സത്യം പറയുന്നവനാണ്, ധർമ്മം പ്രവർത്തിക്കുന്നവനാണ്. ജ്ഞാനമാണ് വേദം അല്ലെങ്കിൽ ജ്ഞാനമാണ് അറിയേണ്ടത്. അപ്പോൾ കാലസർപ്പം വീണ്ടും ചോദിച്ചു, സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥയാണല്ലോ. അപ്പൊ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണൻ ഒരുപക്ഷെ ബ്രഹ്മജ്ഞാനം ഇല്ലെങ്കിലോ, അയാൾ അനൃതം പറയുകയും അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലോ, മറിച്ച് അവസാനം നിൽക്കുന്ന ശൂദ്രൻ അയാൾ ബ്രഹ്മജ്ഞാനമുള്ള ഒരു ശൂദ്രനാണെങ്കിലോ, അയാൾ സത്യം പറയുകയും ധർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ശൂദ്രനാണെങ്കിലോ, അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഈ പറഞ്ഞ വാദമുഖം ശരിയാവുന്നതെന്ന് വീണ്ടും കാലസർപ്പം തിരിച്ചു ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ മറുപടി പറയുന്നത്, ബ്രഹ്മജ്ഞാനമില്ലാത്ത ബ്രാഹ്മണൻ അയാൾ ബ്രാഹ്മണനെ അല്ല, ബ്രഹ്മജ്ഞാനമുള്ള ധർമ്മം പ്രവർത്തിക്കുന്ന ശൂദ്രൻ അവൻ ശൂദ്രനുമല്ല. ജന്മമല്ല കർമ്മമാണ് വ്യവസ്ഥയുടെ അടിസ്ഥാനം. ഒരാൾ ബ്രാഹ്മണനാവുന്നതും വേറൊരാൾ ശൂദ്രനാവുന്നതും അയാളുടെ ജന്മം കൊണ്ടല്ല നിർണ്ണയിക്കേണ്ടത്, കർമ്മം കൊണ്ടാണ് എന്ന് യുധിഷ്ഠിരൻ മറുപടി പറയുന്നു. ആ മറുപടിയെ അംഗീകരിച്ചുകൊണ്ടാണ് പിന്നീട് കാലസർപ്പം സംസാരിക്കുന്നത്. ആ കാലസർപ്പം
നകുഷൻ എന്ന് പറയുന്ന രാജാവിന്റെ പുനർജന്മമാണെന്ന് പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അത് ഹസ്തിനപുരത്തിന്റെ അല്ലെങ്കിൽ ഇക്ഷ്വാകു വംശത്തിലെ തന്നെ പഴയ ഒരു രാജാവാണ്. എന്ന് വെച്ചാൽ പഴയ ഒരു ചരിത്രവും പുതിയ ഒരു ചരിത്രവും തമ്മിൽ, പഴയ ഒരു തലമുറയും പുതിയ ഒരു തലമുറയും തമ്മിൽ നടന്ന സംവാദമാണ്. അതുകൊണ്ടാണ് കാലസർപ്പം എന്നൊരു സർപ്പത്തെ തന്നെ അവിടെ ബിംബോത്കൃത രൂപത്തിൽ വന്നിരിക്കുന്നതും. അനന്തമായി നീണ്ടുപോകുന്ന സാമൂഹ്യ ജീവിതത്തിന്റെ പിറകിൽ നിൽക്കുന്ന ഒരു ഘട്ടം, മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തെ ചോദ്യം ചോദിക്കുകയും അതിനുള്ള മറുപടിയാണ് ഈ പറയുന്നത്. അത് കഥയുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ സ്ഥാപിക്കപ്പെടുന്നത് ജാതി ജന്മം കൊണ്ട് സൃഷ്ടിക്കുന്നതല്ല, കർമ്മം കൊണ്ടാണ്. മാത്രമല്ല കാലസർപ്പം അതിനോട് ചേർത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സങ്കര ജാതിയിൽ ജനിച്ച സന്താനങ്ങൾക്കാണ് കൂടുതൽ കരുത്തുണ്ടാവുന്നത് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ജാതിർനത്ര മഹാസർപ്പ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കർമ്മം തന്നെയാണ് പ്രധാനം എന്ന്. എന്നാൽ മഹാഭാരതത്തിൽ തന്നെ വനപർവ്വത്തിൽ തന്നെ വേറെ ഒരു സാഹചര്യത്തിൽ യുധിഷ്ഠിരൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മാർക്കണ്ഡേയ മഹർഷി മറുപടി പറയുന്നതായിട്ട് വേറൊരു സന്ദർഭം ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ യുധിഷ്ഠിരൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ സനാതന ധർമ്മം എന്താണെന്നാണ്. സനാതന ധർമ്മത്തെ മാർക്കണ്ഡേയ മഹർഷി വിവരിക്കുമ്പോൾ ജാതി വ്യവസ്ഥ ലംഘിക്കുന്നത് വലിയ പാപമായിട്ടും ജാതി വ്യവസ്ഥ ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ കർമ്മം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അധർമ്മമായിട്ട് പറയുന്നത്. ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അധർമ്മം. അങ്ങനെ ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ കർമ്മം ചെയ്താൽ സനാതന ധർമ്മമാവുന്ന കാളയുടെ ഒരു കാല് നഷ്ടപ്പെടുന്നുവെന്നും ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ കർമ്മം ചെയ്താൽ രണ്ടാമത്തെ കാല് നഷ്ടപ്പെടുന്നുവെന്നും യാദവന്മാരും മ്ലേച്ഛന്മാരും വൈശ്യരുമായിട്ടുള്ള ആളുകളൊക്കെ രാജാക്കന്മാരായി വരുമ്പോൾ ഈ കാളയുടെ മൂന്നാമത്തെ കാല് നഷ്ടപ്പെടുന്നു എന്നും കലിയുഗത്തിൽ ശൂദ്രന്മാർ ധനം സമ്പാദിക്കുകയും ശൂദ്രന്മാർ ഈശ്വരനെ യജിക്കാൻ തുടങ്ങുകയും പൂജിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇതിന്റെ നാലാമത്തെ കാലം നഷ്ടപ്പെട്ട് സർവ്വപ്രളയത്തിൽ അകപ്പെടുമെന്നും മാർക്കണ്ഡേയ മഹർഷി പറയുന്നു. നോക്കിയ പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് നിലപാടുകളാണ്. എന്താ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം? മഹാഭാരതം ആദ്യം ഉണ്ടാവുന്ന ഒരു കാലത്ത് ജാതി വ്യവസ്ഥയൊക്കെ രൂപം കൊണ്ടിരുന്ന കാലത്ത് ഒരുപക്ഷെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ജാതി നിർണയിക്കപ്പെട്ടിരുന്നത്. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മം നോക്കിയായിരിക്കാം. അവരുടെ ശുദ്ധി അതിലൊരു മാനദണ്ഡമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. വിജ്ഞാനം ഒരു മാനദണ്ഡമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ പിൽക്കാലമായപ്പോഴേക്കും ജാതി എന്നുള്ള പറയുന്നത് കീഴ്പ്പെടുത്താനുള്ള, ആളുകളെ അടിമകളാക്കാനുള്ള ഒരു വ്യവസ്ഥയായിട്ട് മാറിയപ്പോൾ യാതൊരു കാരണവശാലും ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ കർത്തവ്യം ചെയ്യാൻ പാടില്ല എന്നും യാതൊരു കാരണവശാലും ശൂദ്രൻ ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യാൻ പാടില്ല എന്നും നിഷ്കർഷിക്കേണ്ടത് ആവശ്യമായിട്ട് വരുമ്പോഴാണ് രണ്ടാമത്തെ കഥ രൂപം കൊള്ളുന്നത് അർത്ഥം. ഓരോന്നിനും ഓരോ കഥയും ഈ മഹാഭാരതത്തിലേക്ക് കയറി വരുന്നതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ആ കഥകളൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഓരോ കഥയും ഉപകഥയും പുറത്തുനിന്ന് മഹാഭാരതത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ആവശ്യമായി വന്ന പ്രത്യയശാസ്ത്ര സന്ദർഭങ്ങളെയും ആ സന്ദർഭങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെയും വിശകലനം ചെയ്യുക എന്നതും ബിംബഭാഷയുടെ മഹാഭാരതം എന്ന് പറയുന്ന ഈ പങ്ക്തി ലക്ഷ്യം വെക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടത്തിൽ കഥയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത്. അത്തരം ഒരു ഉദാഹരണമാണല്ലോ പരശുരാമന്റെ കഥ 3 ഘട്ടത്തിലായിട്ട് പലപ്പോഴും മാറി വരുന്നത്. ആദ്യഘട്ടത്തിൽ തൻ്റെ പാപം പരിഹരിക്കുന്നതിന് വേണ്ടി യജ്ഞം അനുഷ്ഠിച്ച പരശുരാമൻ ആ യജ്ഞത്തിന്റെ കാർമ്മികത്വം വഹിച്ച കശ്യപന് ദാനമായിട്ട് കുറച്ച് ഭൂമി കൊടുത്തു എന്നേ പറയുന്നുള്ളൂ. ഋത്വിഗ്ഭിശ്ച മഹിം ദദൗ, ഋത്വിക്കുകൾക്ക് ഭൂമിയും നൽകി, ദാനം നൽകി, അത്രേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ ഘട്ടത്തിൽ ആ കഥ എത്തുമ്പോൾ ഭൂമിയാകെ കശ്യപന് നൽകിയെന്നും മൂന്നാമത്തെ ഘട്ടത്തിൽ മഹാഭാരതത്തിൽ തന്നെ ഈ കഥ എത്തുന്ന സമയത്ത് ഭൂമിയുടെ ഉത്തരവാദിത്തം നിറവേറ്റാതെ ഭൂമിദേവി 30,000 വർഷം പാതാളത്തിൽ പോയി മറഞ്ഞിരുന്നു. ആ കാലത്ത് ഭൂമിയെ സംരക്ഷിച്ചത് കശ്യപന്റെ നേതൃത്വത്തിലുള്ള വിപ്രന്മാരായിരുന്നു, ബ്രാഹ്മണന്മാരായിരുന്നു എന്നും അതുകൊണ്ട് ഭൂമിയുടെ അവകാശം ബ്രാഹ്മണർക്കാണ് എന്നും സ്ഥാപിക്കപ്പെടുന്നു. 3 ഘട്ടങ്ങളിലായിട്ട് ഭൂമിയുടെ അധികാരത്തിൽ അവകാശത്തെക്കുറിച്ചുള്ള ഈ കഥയുടെ വ്യത്യാസത്തിന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അധികാര ഘടനയുമായിട്ടുള്ള സമൂഹത്തിൽ ഭൂമിയുടെ അവകാശത്തിന്റെ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോജിക് ഉണ്ട്, ആവശ്യമുണ്ട്. അതുകൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് എന്നർത്ഥം. ജയോ നാമേതിഹാസോ അയം ശ്രോതവ്യോ ഭൂതിം ഇച്ഛത രാജ്ഞാ രാജസുതൈശ്ചാപി ഗർഭിണ്യാ ജൈവയോഷിതാം സ്വർഗകാമോ ലഭേത് സ്വർഗം ജയകാമോ ലഭേത് ജയം ഗർഭിണി ലഭതേ പുത്രം കന്യാം വാ ബഹുഭാഗിനി.
സ്വർഗാരോഹണ പർവ്വതത്തിന്റെ 5-ാമത്തെ അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകം ഈ കൃതി വായിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ കൃതി കേട്ടാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ്. ജയം എന്നുകൂടെ പേരുള്ള ഈ ഇതിഹാസം ഭൂതി അഥവാ ഐശ്വര്യം ഇച്ഛിക്കുന്ന എല്ലാവരും ശ്രവിക്കേണ്ടതാണ്. ബ്രാഹ്മണരും രാജപുത്രന്മാരും ഗർഭിണികളായ സ്ത്രീകൾ പോലും ഇത് ശ്രവിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ സ്വർഗം കാമിക്കുന്നവർക്ക് സ്വർഗവും ജയം കാമിക്കുന്നവർക്ക് വിജയവും ഗർഭിണികൾക്ക് പുത്രനെയോ അതല്ലെങ്കിൽ പലതരത്തിലും ഭാഗ്യശാലിയായ കന്യകയെയോ ലഭിക്കുന്നതാണ്. രണ്ടും പുത്രനും പുത്രിയും ഭാഗ്യമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ. അതാണ് ഇത് വായിച്ചാലുള്ള ഫലം എന്ന് പറയുന്നുണ്ട്. അനാഗതം ത്രിഭിർവർഷൈഹി കൃഷ്ണദ്വൈപായന പ്രഭു സന്ദർഭം ഭരതസ്യാസ്യ കൃതവാൻ ധർമ്മകാമ്യയാം നാരദോ ശ്രാവയത് ദേവാൻ അസിതോ ദേവല പിതൃൻ രക്ഷോ യക്ഷാൻ ശുഗോ മർത്യാൻ വൈശംപായന ഏവതു. എങ്ങനെയാണ് ഇത് ലോകത്ത് പ്രചരിക്കാൻ ഇടവന്നത് എന്നതിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. 41-ാമത്തെ ശ്ലോകം മുതൽക്ക് അനാഗതൻ അഥവാ പുനർജന്മമില്ലാത്തവനായ കൃഷ്ണദ്വൈപായനൻ, മോക്ഷം സിദ്ധിച്ചവനായ കൃഷ്ണദ്വൈപായൻ എന്ന വേദവ്യാസൻ ആണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. ഭരതവംശത്തിന്റെ കഥയാണ് ഇതിൽ വിവരിക്കുന്നത്. സന്ദർഭം ഭരതസ്യാസ്യ, ധർമ്മം കാമിച്ചുകൊണ്ടാണ് വ്യാസൻ ഇത് രചിച്ചിരിക്കുന്നത്. ധർമ്മകാമിയാണ് ഭരതവ്യാസൻ, വേറെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ധർമ്മം പുലരണം, സമൂഹത്തിൽ ധർമ്മം പുലരണം എന്ന് കാമിച്ചുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടി വ്യാസൻ ഇത് രചിച്ചിരിക്കുന്നത്. നാരദൻ ഇത് ദേവന്മാരെ കേൾപ്പിച്ചു, അസിതദേവാലൻ പിതൃക്കളെ കേൾപ്പിച്ചു, വേദവ്യാസന്റെ പുത്രനായ ശുഗൻ രാക്ഷസന്മാരെയും യക്ഷന്മാരെയും ഇത് കേൾപ്പിച്ചു. വേദവ്യാസ ശിഷ്യനായ വൈശംപായനനാണ് മഹാഭാരതം എന്ന ഈ കൃതി മർത്യരെ കേൾപ്പിച്ചത്. മർത്യരെ എന്ന് പറയുന്നതിനാൽ മനുഷ്യരെ ഒന്നാകെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ രാക്ഷസന്മാരെയും യക്ഷന്മാരെയും ദേവന്മാരെയും പിതൃക്കൾ അഥവാ മരിച്ചുപോയവരെയും മഹാഭാരതം കേൾപ്പിച്ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അവർക്കും കേൾക്കാവുന്നതാണ്, അതിന് വേറെ ഒരാളെ കേൾപ്പിച്ചിരിക്കുന്നു. രാക്ഷസന്മാരെയും യക്ഷന്മാരെയും വേർതിരിച്ചു പറയുന്നതിനാൽ രാക്ഷസന്മാരെ മനുഷ്യരായിട്ട് കൂട്ടിയിരുന്നില്ല, അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും കരുതാം. മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 4 വർണ്ണക്കാർക്കും മഹാഭാരതം കേൾക്കാവുന്നതും ആസ്വദിക്കാവുന്നതുമാണ് എന്ന് മുകളിലെ ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ശൂദ്രർക്കും അക്ഷരം നിഷിദ്ധമെന്ന് വിധിക്കുന്നില്ല എന്നർത്ഥം. ശൂദ്രം അക്ഷര സംയുക്തം ദൂരവത് പരിവർജയത് എന്ന നിലപാട് വ്യാസമഹാഭാരതം സ്വീകരിക്കുന്നില്ല. അത് പിൽക്കാലത്ത് വന്നു ചേർന്നതായിരിക്കാനാണ് സാധ്യത. ഭരതസ്യാസ്യ അഥവാ ഭരതവംശത്തിന്റെ കഥയാണ് ഇവിടെ വിവരിക്കുന്നത് എന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രനായിരുന്ന സർവദമനൻ എന്നുകൂടെ പേരുള്ള ഭരതൻ ഇക്ഷ്വാകു വംശത്തിലെ ഒരു രാജാവായിരുന്നു ദുഷ്യന്തൻ എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും മാത്രമല്ല, ബുദ്ധ ജൈന പാരമ്പര്യങ്ങളെയും ഇക്ഷ്വാകു എന്ന രാജവംശവുമായും രാജ്യവുമായിട്ടും ഇക്ഷ്വാകു എന്ന് പറയുന്ന രാജാവുമായിട്ടും അദ്ദേഹത്തിന്റെ വംശപരമ്പരയുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചു കാണാറുണ്ട്. എന്ന് വെച്ചാൽ വൈദിക മതത്തിന്റെ ആളുകൾ മാത്രമല്ല, ജൈന ഗ്രന്ഥങ്ങളിലും ബുദ്ധഗ്രന്ഥങ്ങളിലും ഒക്കെ ഇക്ഷ്വാകു വംശവും ഇക്ഷ്വാകു എന്ന് പറയുന്ന രാജാവും അവരുടെയും വീരപുരുഷനാണ്. കോസലം എന്ന രാജ്യത്തിലെ സൂര്യവംശ രാജാവായിട്ടാണ് രാമനും മഹാവീരനും ബുദ്ധനും ഒക്കെ ഐതിഹ്യങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഇക്ഷ്വാകു വംശമായാലും ഭരതവംശമായാലും അത് ഇന്നത്തെ ഇന്ത്യയിലെ എല്ലാ ഭൂപ്രദേശങ്ങളെയുമോ ഭൂരിപക്ഷം പ്രദേശങ്ങളെയോ ഭാഷകളെയോ അവിടുത്തെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയോ വ്യത്യസ്ത സംസ്കാരമുള്ള മനുഷ്യരെയോ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്ന കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. മഗധയും ഗാന്ധാരവും അംഗവും വംഗവും കലിംഗവും ഒക്കെ പോലെയുള്ള നിരവധി വിരാടവും പാഞ്ചാലവും ഒക്കെ പോലെ ഒരു ചെറിയ നാട്ടുരാജ്യം മാത്രമായിരുന്നു കോസലവും അഥവാ ഈ പറയുന്ന ഭരതൻ ഭരിച്ച ഇക്ഷ്വാകു വംശം രാജ്യം ഭരിച്ച ഈ പ്രദേശവും ഗുരുരാജ്യവും ഒക്കെ. അവർ തൊട്ടടുത്തുള്ള രാജാക്കന്മാരുമായി നിരന്തരം പോരടിക്കുകയും അവരെ കീഴ്പ്പെടുത്തുകയും അവരിൽ ചിലർക്കൊക്കെ ചില കാലങ്ങളിൽ കീഴ്പ്പെടുകയും ചെയ്തു പോന്നു. യുധിഷ്ഠിരന്റെ രാജസ്വയവും അശ്വമേധവും ഒക്കെ നടക്കുമ്പോൾ തോൽപ്പിക്കപ്പെടുകയും ചുങ്കം വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന രാജ്യങ്ങളായിരുന്നു ഈ അംഗവും വംഗവും കലിംഗവും മഗധയും പാഞ്ചാലവും ഗാന്ധാരവും ഒക്കെയുള്ള രാജ്യങ്ങൾ അടക്കമുള്ള കുരുരാജ്യത്തിന്റെ അയൽ പ്രദേശങ്ങൾ.
ഇന്ത്യ എന്ന പേരിന് പകരമായി ഭാരതം എന്ന പേര് സ്വീകരിക്കുമ്പോൾ മഹാഭാരതത്തിലെ ഭരതന്റെ വംശത്തെയും അദ്ദേഹം ഭരിച്ച ഭൂപ്രദേശത്തെയും ഇന്നു കാണുന്ന ഇന്ത്യയുമായി ചേർത്തു വെക്കാൻ സഹായിക്കുന്ന യാതൊന്നും മഹാഭാരതം പോലെയുള്ള പുരാവർത്തങ്ങളിൽ പോലും കാണാൻ കഴിയുന്നില്ല എന്നർത്ഥം. എന്നുവെച്ചാൽ ഭരതന്റെ രാജ്യം, ഭരതന്റെ ഭരിച്ച പ്രദേശം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഇന്ത്യയല്ല, അത് ഹരിയാനക്കടുത്തുള്ള ഒരു ചെറിയൊരു പ്രദേശം മാത്രമാണെന്ന് അർത്ഥം. ഡൽഹിക്കും ഹരിയാനക്കൊക്കെ അടുത്തുള്ള ഒരു ചെറിയൊരു നാട്ടുരാജ്യം മാത്രമാണ്. അവരുടെ ശത്രുക്കളായിരുന്നു ബാക്കിയുള്ള എല്ലാ ആൾക്കാരും. ആ ശത്രു രാജ്യങ്ങളുമായിട്ട് അവർ നിരന്തരം പോരടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഇന്ത്യയുടെ പേരു മാത്രമല്ല, അത് ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശവും അതിന്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികളുമൊക്കെ 1947 ആഗസ്റ്റ് 15 മാത്രം രൂപപ്പെട്ടതാണ് എന്നും നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സിന്ധു നദീതട സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ രൂപപ്പെട്ടു വന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നതിലെ ഇൻഡസ് എന്ന പേരിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് നാണയപ്പെടുന്നത്. കാരണം ഈ സിന്ധു എന്ന് പറയുന്ന നദിയെ ഇൻഡസ് എന്നാണ് അവർ വിളിച്ചിട്ടുണ്ടായത്, വിദേശികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി പഴമയുള്ളതും നമ്മുടെ സംസ്കാരത്തെയും അതിൻ്റെ വൈവിധ്യങ്ങളെയും നമ്മുടെ ഭരണഘടനയെയും ഉൾക്കൊള്ളുന്നതുമായ പേര് ഇന്ത്യ എന്ന പേര് തന്നെയാണ്. അവസാനത്തെ ഇതിഹാസം ഇമം പുണ്യം മഹാർത്ഥം വേദസംഹിതം ശ്രാവയേത് യസ്തു വർണ്ണാം സ്ത്രീൻ കൃത്വ ബ്രാഹ്മണം അഗ്രത സ നര പാപനിർമുക്ത കീർത്തിം പ്രാപ്യേക ശൗനക ഗച്ഛേത് പരമികാം സിദ്ധിം അത്രമേ നാസ്തി സംശയം. സ്വർഗാരോഹണത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 43-ാമത്തെ ശ്ലോകമാണ്. അല്ലയോ ശൗനക, ഈ ഇതിഹാസമുണ്ടല്ലോ, പുണ്യമായതും മഹത്തായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതും സാരമായതും വേദങ്ങൾക്കു സമമായി പരിഗണിക്കപ്പെടുന്നതുമാണ്. ഇതിഹാസം ഇമം പുണ്യം മഹാർത്ഥം വേദസംഹിതം. ഏതെങ്കിലും ഒരു ബ്രാഹ്മണനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അഥവാ ബ്രാഹ്മണനിൽ നിന്ന് ഇത് ശ്രവിക്കുന്ന നരൻ പാപനിർമുക്തനാവും. മാത്രമല്ല പരമമായ സിദ്ധി അഥവാ മോക്ഷവും അവന് ലഭിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും ഉഗ്രശ്രവസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ബ്രാഹ്മണനെ മുൻനിർത്തി അഥവാ ബ്രാഹ്മണനിൽ നിന്നാണ് ശ്രവിക്കേണ്ടത് മഹാഭാരതം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കഥ ശൗനകന്റെ യജ്ഞവേദിയിൽ പറയുന്നതും ഇപ്പോൾ ഇവിടെ ബ്രാഹ്മണനിൽ നിന്ന് വേണം ശ്രവിക്കാൻ എന്ന് സ്ഥാപിക്കുന്നതും ഒരു ബ്രാഹ്മണനല്ല, സൂതനായ ഉഗ്രശ്രവസ്സാണ് എന്ന കാര്യവും ഓർമ്മിക്കാം. ബ്രാഹ്മണനിൽ നിന്നു തന്നെ വേണം ശ്രവിക്കാൻ തുടങ്ങിയ നിബന്ധനകളൊക്കെ പിൽക്കാലത്ത് ബ്രാഹ്മണർ തന്നെ ശ്ലോകത്തിലാക്കി ചേർത്തതായിരിക്കും എന്ന് ചിന്തിക്കാനാണ് കൂടുതൽ ന്യായം. കാരണം താനൊരു ബ്രാഹ്മണനല്ലെന്നിരുന്നിട്ടും താൻ ഈ കഥ മുഴുവൻ പറഞ്ഞതിന് ശേഷം ബ്രാഹ്മണൻ വേണം ഈ കഥ പറയാൻ എന്ന് ഉഗ്രശ്രവസ് പറയുന്നതിൽ ഒരു ലോജിക്കില്ലല്ലോ. വേദവ്യാസ മഹർഷി മഹാഭാരതം എന്ന ഈ സംഹിത നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം 4 ശ്ലോകങ്ങൾ ഇതിനോടൊപ്പം അഥവാ ആ 4 ശ്ലോകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് തൻ്റെ പുത്രൻ ശുഗൻ അടക്കമുള്ള ശിഷ്യന്മാർക്ക് ഇത് പറഞ്ഞു കൊടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വ്യാസമഹാഭാരതം മുഴുവൻ എഴുതിയതിന് ശേഷം 4 ശ്ലോകങ്ങൾ കൂടെ കൂട്ടിച്ചേർത്താണ് ശുഗനും വൈശമ്പായനും അടക്കമുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തത് എന്നാണ് മഹാഭാരതം സാക്ഷ്യപ്പെടുന്നത്. മഹർഷിർ ഭഗവാൻ വ്യാസ കൃത്വേമാം സംഹിതാം പുര ശ്ലോകൈസ് ചതുർഭിർ ഭഗവാൻ പുത്രം അധ്യാപയത് ശുഗം. ശുഗനോട് പറഞ്ഞു കൊടുത്തത് 4 ശ്ലോകം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ്. എന്താണ് ആ ശ്ലോകം? ആ 4 ശ്ലോകങ്ങളാണ് ഇനി പറയുന്നത്. മാതാ പിതൃസഹസ്രാണി പുത്രധാര ശതാനിജ സംസാരേഷു അനുഭൂതാനി യാന്തി യാസ്യന്തി ജാപരെ. 1000കണക്കിന് മാതാപിതാക്കളും 100കണക്കിന് പുത്രന്മാരും പത്നിമാരും ഈ ലോകത്തിലേക്ക് വരികയും ലോകത്തിൽ നിന്ന് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഹർഷസ്ഥാന സഹസ്രാണി ഭയസ്ഥാന ശതാനിജ ദിവസേ ദിവസേ മൂഢം ആവിശന്തി ന പണ്ഡിതം. അതേപോലെ തന്നെ ഈ ലോകത്തിൽ സന്തോഷിക്കാൻ 1000കണക്കിന് കാരണങ്ങളുണ്ട്, ഭയക്കാൻ 100കണക്കിന് കാരണങ്ങളുമുണ്ട്. ദിവസം തോറും പക്ഷേ മൂഢന്മാർ മാത്രം ഈ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും മുഴുകിപ്പോകുന്നു. പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യുന്നില്ല. ആണ് 2-ാമത്തെ ശ്ലോകം. ഊർധ്വബാഹുർ വിരൗമ്യേഷ ന കശ്ചിത് ശൃണോമിതേ ധർമാത് അർത്ഥശ്ച കാമശ്ച സ കിമർത്ഥം ന സേവ്യതേ. അവസാനത്തെ ശ്ലോകം വ്യാസന്റെ ഒരു മനോവ്യഥയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, കേൾക്കുന്നില്ല എന്ന കരച്ചിലാണ്, സങ്കടമാണ് വ്യാസൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഞാൻ വിളിച്ചു പറയുന്നുണ്ട്,
ധർമ്മത്തിന്റെ പാത ഏതാണ് എന്നും ഏതു പാതയിലാണ് പോകാൻ പാടില്ലാത്തത് എന്നും മുന്നറിയിപ്പ് കൊടുക്കുന്നുമുണ്ട് സമൂഹത്തിലെ മുഴുവൻ മനുഷ്യർക്കും. പക്ഷെ എന്താ കാര്യം? ആരും എന്നെ കേൾക്കുന്നില്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ധർമ്മത്തിൽ നിന്നാണ് അർത്ഥവും കാമവും ലഭിക്കുന്നത്. അഥവാ മനുഷ്യരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നത് ധർമ്മപ്രകാരമുള്ള പ്രവൃത്തിയിലൂടെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ധർമ്മത്തെ പരിഗണിക്കാത്തത് എന്ന് വ്യാസൻ ചോദിക്കുന്നുണ്ട്. ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയോ ഭയത്താലോ ലോഭത്താലോ ആരും തന്നെ യാതൊരു കാരണവശാലും ധർമ്മത്തെ വെടിയാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല, ജീവിതത്തിനു വേണ്ടി പോലും, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ പോലും ഒരാളും ധർമ്മം കൈവെടിയാൻ പാടില്ലാത്തതാണ്. കാരണം ധർമ്മം നിത്യമാണ്, ജീവിതത്തിലെ സുഖദുഃഖങ്ങളെല്ലാം അനിത്യമാണ്. ജീവൻ നിത്യമാണ്, പക്ഷെ അതിനെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് കാരണം അതും അനിത്യമാകുന്നു. ശരീരം പോയാൽ ആ ജീവനം പോകുന്നു അർത്ഥം. ഇതാണ് വ്യാസൻ ഈ 4 ശ്ലോകങ്ങളിലായിട്ട് അവസാനം പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം.